നമസ്തേ. രാസലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം പാലാ രൂപതാ മെത്രാൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുത്ത് പ്രസംഗിച്ച BJP നേതാവ് PC ജോർജ് അദ്ദേഹത്തിൻ്റെ പക്കലുള്ള കണക്കുകൾ നിരത്തി ചില വസ്തുതകൾ അവതരിപ്പിച്ചു. വിഷയം ലവ് ജിഹാദ് ആയതുകൊണ്ട് SDPIയും യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗുമൊക്കെ PC ജോർജ് വീണ്ടും മതവിദ്വേഷ പരാമർശം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തിനെതിരെ പോലീസിൽ പരാതിപ്പെട്ടിരിക്കുകയാണ്. PC ജോർജിൻ്റെ പ്രസംഗത്തിൽ എവിടെയാണ് മതവിദ്വേഷ പരാമർശം എന്ന് പരിശോധിക്കുകയാണ് ഇന്നത്തെ ഡിബേറ്റിൽ. PC പറഞ്ഞത് ശരിയോ തെറ്റോ നമുക്ക് നോക്കാം. BJP വക്താവ് അഡ്വക്കേറ്റ് B രാധാകൃഷ്ണ മേനോൻ, KCBC പ്രതിനിധി ഫാദർ ജേക്കബ് വെള്ളമരുതുങ്കൽ, സാമൂഹ്യ നിരീക്ഷകൻ ഡോക്ടർ ആരിഫ് ഹുസൈൻ, ഇടത് സഹയാത്രികൻ ഡോക്ടർ B ജയരാജ് കാസയുടെ പ്രതിനിധി കെവിൻ പീറ്റർ എന്നിവർ ചേരുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു, ഒപ്പം പ്രേക്ഷകരെയും. ഫാദർ ജേക്കബ്, താങ്കൾ ഇന്നലെ പാലാ രൂപതാ ബിഷപ്പ് വിളിച്ച യോഗത്തിൽ പങ്കെടുത്തിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. PC ജോർജിന് 7 മിനിറ്റ് അനുവദിച്ചിരുന്നുള്ളൂ. അദ്ദേഹം ആ പ്രസംഗത്തിൽ അത് ഇടയ്ക്കിടെ പറയുന്നുണ്ട്, സൂചിപ്പിക്കുന്നുണ്ട്. ഒരുപാട് വസ്തുതകൾ തുറന്നു പറയാനാണ് PC വന്നതെങ്കിലും സമയപരിമിതി കാരണം ചില വസ്തുതകൾ ചുരുക്കി അവതരിപ്പിച്ചു. അതിലേതെങ്കിലും ഒരു പ്രത്യേക മതത്തിൻ്റെ പേരെടുത്ത് പരാമർശിച്ച് അവഹേളനം നടത്തിയിട്ടുണ്ടോ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ കാലഘട്ടം ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൊണ്ട്, പ്രത്യേകിച്ച് നമ്മളുടെ യുവത ലഹരി വസ്തുക്കൾക്ക് അടിമകളായി കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ, അതും അപകടകരമായ വിധത്തിൽ വളരുന്ന ഈ പ്രവണത ഇവിടെ വർദ്ധിക്കുമ്പോൾ ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് നമ്മളെല്ലാവരും ഒന്നിച്ചാണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലോടെ പാലാ രൂപതയുടെ മെത്രാൻ വിളിച്ചു ചേർത്ത ഒരു വലിയ സമ്മേളനമാണ് കഴിഞ്ഞ ഞായറാഴ്ച 3 മണിക്ക് പാലായിൽ വെച്ച് നടന്നത്. അത് വളരെ പ്രത്യേകമായിട്ട് ഞങ്ങൾ ഉന്നം വച്ചിരുന്നത് ഈ പാലാ രൂപതയുടെ അതിർത്തികൾ പങ്കിടുന്ന എല്ലാ സാമൂഹിക പ്രവർത്തകരെ, പ്രത്യേകിച്ച് ഭരണാധികാരികൾ ഉൾപ്പെടുന്നവരെ ഒന്നിച്ച് വിളിച്ചു ചേർത്തുള്ളൊരു മീറ്റിംഗ് ആയിരുന്നു. അതിൽ മന്ത്രിയെ വിളിച്ചിരുന്നു. മന്ത്രിക്ക് രോഗാവസ്ഥ ഉണ്ടാകൊണ്ട് വരാൻ പറ്റിയില്ല. MP-മാർ വിളിച്ചിരുന്നു, MP-മാരെ 3 പേര്. അതുപോലെ തന്നെ MLA-മാരെ വിളിച്ചിരുന്നു, മുൻ MP-മാരെ, മുൻ MLA-മാരെ വിളിച്ചിരുന്നു. അതുപോലെ തന്നെ കലാലയങ്ങളിൽ നിന്നുള്ള ഹെഡ് മാസ്റ്റർമാരെ വിളിച്ചിരുന്നു, പ്രിൻസിപ്പൽമാരെ വിളിച്ചിരുന്നു. അതുപോലെ തന്നെ എല്ലാ കലാലയങ്ങളിൽ നിന്നുമുള്ള PTA പ്രസിഡൻറ്റുമാരെ വിളിച്ചിരുന്നു. ഇത്രയും പേരെയാണ് ഞങ്ങൾ വിളിച്ചിരുന്നത്. അത് ഒരു 2.5 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഈ സമ്മേളനത്തിൽ അഭിവന്ദ്യ മെത്രാനച്ചൻ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിച്ച് കഴിഞ്ഞു. ഞാൻ സ്വാഗതം പറഞ്ഞു. ഞാൻ KCBC മദ്യവിരുദ്ധ കമ്മീഷൻ്റെ രൂപതയുടെ ഡയറക്ടറാണ്. അതുപോലെ തന്നെ അധ്യക്ഷനായിരുന്ന ശ്രീ പ്രസാദ് ഗുരുവിള തൻ്റെ അധ്യക്ഷ പ്രസംഗം ലഘുവായി നടത്തി. അഭിനന്ദ പിതാവിൻ്റെ സംസാരത്തിന് ശേഷം, ഉദ്ഘാടനത്തിന് ശേഷം ലഘു സന്ദേശങ്ങളിലൂടെ പരിഹാര നിർദ്ദേശങ്ങൾ അറിയിക്കാനാണ് ഞങ്ങൾ ഈ MP-മാരോടും MLA-മാരോടും എല്ലാം പറഞ്ഞത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ശൈലിയുണ്ട്. നമുക്കറിയാം, ഓരോരുത്തർ അവനവൻ്റെ ശൈലിയിലാണിത് സംസാരിക്കുക. അപ്പോൾ MP-മാർ അന്ന് വന്ന് സംബന്ധിച്ചവർ, ആൻ്റണി MP വന്ന് സംസാരിച്ചിരുന്നു, മാണസി കാപ്പൻ MLA സംസാരിച്ചിരുന്നു, ശ്രീ മോൻസ് ജോസഫ് MLA സംസാരിച്ചിരുന്നു, ശ്രീ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA സംസാരിച്ചിരുന്നു, മുൻ ചീഫ് വിപ്പ് PC ജോർജ് സംസാരിച്ചിരുന്നു. ഇവരാണ് പൊതുരംഗത്തു നിന്നുള്ളവർ സംസാരിച്ചവർ. ഓരോരുത്തരും അവനവൻ്റെതായ വിധത്തിൽ എന്താണ് ഈ വലിയ ദുരന്തത്തിനെതിരെ നമുക്കിപ്പോൾ അടിയന്തരമായിട്ട് ചെയ്യാവുന്നത് എന്ന കാര്യത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. ശ്രീ PC ജോർജും അദ്ദേഹത്തിൻ്റെ തനതായ ശൈലിയിൽ അദ്ദേഹം സംസാരിച്ചു. ഞങ്ങളത് റെക്കോർഡ് ചെയ്തൊന്നുമില്ല, എങ്കിൽ പോലും മാധ്യമങ്ങൾ എടുത്തു കാണും, എനിക്കറിഞ്ഞുകൂടാ. ഏതായാലും അതിൽ ഏതെങ്കിലും ഒരു മതത്തെ പ്രത്യേകമായിട്ട് ഉന്നം വയ്ക്കുന്നതായിട്ടുള്ള ഒരു പരാമർശം എനിക്ക് തോന്നിയില്ല. കാരണം ഇന്ന് നാട്ടിൽ നടക്കുന്ന വലിയ ദുരന്തങ്ങളെക്കുറിച്ച് അദ്ദേഹം ഓർമ്മപ്പെടുത്തി, അദ്ദേഹത്തിൻ്റെതായ ശൈലിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഹിന്ദു സമുദായത്തെയോ ക്രിസ്ത്യൻ സമുദായത്തെയോ
മുസ്ലിം സമുദായത്തിൽ ആരെങ്കിലും പേര് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞതായിട്ട് ഞാനതിലൊന്നും കേട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ തിരുത്തൽ ഒരു പക്ഷേ ഞങ്ങൾ ആവശ്യപ്പെട്ടില്ല. കാരണം നമ്മൾ ഈ വിളിച്ചു ചേർത്ത സമ്മേളനം ഒരു മതസ്പർദ്ധ വളർത്താൻ വേണ്ടി ഒരു സമ്മേളനമല്ല. പക്ഷേ നമ്മളെ എല്ലാ കൂട്ടരെയും, ഇത് ജാതിമത ഭേദമന്യേ എല്ലാവരെയും ബാധിക്കുന്ന, നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത വിധത്തിൽ നമ്മുടെ ജീവിതം ദുസ്സഹമാകുന്ന ഏറ്റവും വലിയ ഈ ദുരന്തത്തെക്കുറിച്ച്, തിന്മയെക്കുറിച്ച് സംസാരിക്കാനും അതിനുള്ള പോംവഴികൾ, ഇതിനെ ചെറുക്കാൻ, അതിനെ തടയാനുള്ള പോംവഴികൾ എന്താണ് എന്ന് ഗൗരവമായി ആലോചിക്കാനും വിളിച്ചു ചേർത്ത മീറ്റിംഗാണ്. അതിൽ എല്ലാവരും തന്നെ വളരെ മനോഹരമായി, വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. അവരവരുടേതായ വിധത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങളെക്കുറിച്ച്, പരിഹാരങ്ങളെക്കുറിച്ച് അവർ നിർദ്ദേശിച്ചു. ഇതാണ് യഥാർത്ഥത്തിൽ അന്ന് ഞായറാഴ്ച നടന്ന സമ്മേളനത്തിൽ നടന്നതായിട്ട് എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നത്. ഓക്കെ, ഡോക്ടർ ആരിഫ് ഹുസൈൻ, താങ്കൾക്ക് മതവിദ്വേഷ പരാമർശം വല്ലതും അനുഭവപ്പെട്ടോ PC-യുടെ പ്രസംഗത്തിൽ? സ്വാഭാവികമായിട്ട് ഇത് കേൾക്കുന്ന സമയത്ത് ഇതിപ്പോൾ നമ്മളുടെ തലയിൽ പൂടെ ഉണ്ടോ എന്ന് തിരയുന്നൊരു അവസ്ഥ, അതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. മയക്കുമരുന്നിനെ കുറിച്ച് ഒരു ക്ലാസ് എടുക്കുന്നു, അല്ലെങ്കിൽ മയക്കുമരുന്നിനെ കുറിച്ചുള്ള ഭവിഷ്യത്തുകളെ കുറിച്ച് കാര്യങ്ങൾ പറയുന്നു. അതോടൊപ്പം തന്നെ അത് ദുരുപയോഗം ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ നടക്കുന്നതിനെ കുറിച്ചും, പിന്നെ നമ്മളിവിടെ സാധാരണ പറയാറുള്ള ലവ് ജിഹാദ് പോലെയുള്ള വിഷയങ്ങളെ കുറിച്ചും ഒക്കെ ചില വിഷയങ്ങൾ, സൂചനകൾ അവിടെ കിട്ടുമ്പോൾ അത് തങ്ങളെക്കുറിച്ചാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് സത്യത്തിൽ ആരുടെ പ്രശ്നമാണെന്നാണ് നമ്മളിവിടെ ചോദിക്കുന്നത്. ഞാൻ ചിന്തിക്കുന്ന അതാണ്. ഇനി അങ്ങനെ തോന്നിയ സ്ഥിതിക്ക് അത് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരുമ്പോൾ അത് അഡ്രസ്സ് ചെയ്യുന്നതിൽ എന്താ തെറ്റെന്നാണ് നമ്മൾ ചോദിക്കുക. ഇപ്പോൾ ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു വാക്ക് സത്യത്തിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആ വാക്കിനോട് ഞാൻ യോജിക്കില്ല എന്നെപ്പോഴും പറയാറുണ്ട്. പക്ഷേ ഒരു കൺവേർഷൻ ജിഹാദ് അല്ലെങ്കിൽ ഒരു മാരേജ് ജിഹാദ് ഇങ്ങനെയുള്ള രീതിയിൽ ഇതിവിടെ നടക്കുന്നുണ്ട് താനും. അത് കേരളത്തിൽ, ഇന്ത്യയിൽ മാത്രമൊന്നുമല്ല, അത് ആഗോളതലത്തിൽ തന്നെ നിലനിൽക്കുന്ന ഒരു സംഗതിയാണ്. ഇസ്ലാമിലേക്ക് ആളെ കൂട്ടുക എന്നുള്ള പേരിൽ ഒരു രീതി. പക്ഷെ അതൊന്നും ഇവിടെ ആരും എക്സ്പ്ലിസിറ്റ്ലി ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇത് തോന്നുകയാണ്, ഇതാണോ ഉദ്ദേശിക്കുന്നത്, ഇതിനെക്കുറിച്ചാണോ പറയുന്നത്, ഇത് തങ്ങളെക്കുറിച്ചാണോ ഇത് ചെയ്യുന്നത്, പറഞ്ഞത് എന്നൊക്കെ തോന്നിക്കഴിയുമ്പോൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതാണ് ഇത് എന്ന വർണ്ണത്തിൽ ആശങ്ക. അതാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്. അപ്പം ഏതായാലും ചർച്ച മുന്നോട്ട് പോകുമ്പോൾ ഇത് ആ ഒരു വിഷയത്തിലേക്ക്, ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു വിഷയത്തിലേക്ക് മാത്രം കേന്ദ്രീകരിക്കപ്പെടുകയും ഈ മയക്കുമരുന്ന് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയത്തിൽ നിന്നും ശ്രദ്ധ തെറ്റുകയും ചെയ്യുന്നതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു കാര്യം, അത് ഇനി പ്രധാനപ്പെട്ട മറ്റൊരു വശം എന്ന് പറയുന്നത്, മുന്നേ നമ്മളൊരു വിഷയം ഇവിടെ സംസാരിച്ചപ്പോൾ ഈ ഇസ്ലാം മത, എനിക്ക് തോന്നുന്നു അതിൻ്റെ വക്താവായിട്ടുള്ള ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നു. പുള്ളി പറഞ്ഞത്, ഇത് ഞങ്ങളുടെ കൂട്ടരോട് പറഞ്ഞ കാര്യമല്ലേ, ഇത് ഞങ്ങളുടെ മുന്നിലുള്ള ആളുകളോട് പറഞ്ഞ, ഇത് നിങ്ങൾക്ക് എന്തിനാണ് അത് ബുദ്ധിമുട്ടെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അത് തന്നെയാണ് എനിക്ക് ഇവിടെ ചോദിക്കാനുള്ളത്. ഈ ഒരു വിഷയം ഇവിടെ സംസാരിച്ചത് ആരാണ്? ഈ സംസാരിക്കുന്ന ആളുകൾ ആരാണ് അവിടെ മുന്നിലിരിക്കുന്നത്? അവരോട് പറയുന്ന കാര്യങ്ങളായിരിക്കെ എന്തിനാണ് ഇത് ഇത്ര വലിയ ഇഷ്യൂ ആക്കുന്നതെന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. മയക്കുമരുന്നിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇത് കാന്തപുരത്തിന്റെ പരാമർശം അന്നായിരുന്നു ഇത്തരത്തിലൊരു പ്രസ്താവന വന്നത്. അപ്പോൾ ഇത് മുന്നിലിരിക്കുന്ന ആളുകളോട് പറയുന്നതാണ് എന്ന ഒരു നിലയ്ക്ക് കാണാൻ നിങ്ങൾക്ക് കഴിയാറുണ്ട് ചില വിഷയങ്ങൾ വരുമ്പോൾ. പക്ഷെ ഈ വിഷയം വരുമ്പോൾ എന്തുകൊണ്ടാണ് അത് പറ്റാത്തത്? അപ്പോൾ നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഈ മുന്നിലിരിക്കുന്ന ആളുകളെ ഉത്ബോധിപ്പിക്കാനും അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു അവകാശം എന്ന് പറയുന്നത്, ധാർമ്മിക അവകാശം എന്നൊക്കെ പറയുന്ന ആരെങ്കിലും കുത്തകയായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടോ എന്നൊക്കെയാണ് എനിക്ക് ചിന്ത പോകുന്നത്. എന്തായാലും ഇവിടെ ഒരു വ്യക്തിയെ രാഷ്ട്രീയമായിട്ട് അറ്റാക്ക് ചെയ്യാൻ, കോർണർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഈ മതത്തെ പോലും കൂട്ടുപിടിക്കുന്നു. അത് തങ്ങളുടെ നില കുറച്ച് പരിങ്ങലിലാക്കിയാലും കുഴപ്പമില്ല, തങ്ങളെ കുറച്ച് കരിവാരി തേച്ചിട്ടായാലും കുഴപ്പമില്ല എന്ന നിലയ്ക്ക് വരെ എത്തുമ്പോൾ ഇത് നമ്മൾ സൂക്ഷിക്കണം. ഇതെങ്ങനെയാണ് നമ്മളുടെ സമൂഹത്തിൽ ഈ വർഗീയമായ നിലപാടുകൾ അത് അവരുടെ ആവശ്യത്തിന് അത് ഉണ്ടാക്കുന്ന ആളുകൾ പോലും ആയിട്ട് മാറുന്നതെന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. പക്ഷെ ഞാൻ പറയുന്നു, ലവ് ജിഹാദ് പോലുള്ള വിഷയങ്ങളിലേക്ക് നിങ്ങൾ ചർച്ച കൊണ്ടുവന്നാൽ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയും. അങ്ങനെയുള്ള കൺവേർഷൻ ജിഹാദ് ഇവിടെ നടക്കുന്നുണ്ട് എന്ന ആ സ്റ്റാൻഡ് പോയിന്റിൽ തന്നെ നിന്നിട്ട് സംസാരിക്കാൻ എനിക്ക് സാധിക്കും എന്നുള്ളതാണ് അവിടെ പറയാനുള്ളത്. രാധാകൃഷ്ണ മേനോൻ, ഇപ്പോൾ ഇന്ന് പരാതി കൊടുത്ത യൂത്ത് കോൺഗ്രസിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും SDP-യുടെ ഒക്കെ നേതാക്കന്മാർ പറയുന്നത് കേന്ദ്രം പോലും ലവ് ജിഹാദ് അംഗീകരിക്കുന്നില്ല എന്നുള്ള, ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിന് പാർലമെൻറ്റിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി, ഇപ്പോഴല്ല വർഷങ്ങൾക്ക് മുമ്പ് ആഭ്യന്തര സഹമന്ത്രി മറുപടി നൽകിയത് കേരളത്തിൽ ലവ് ജിഹാദ് ഇല്ല എന്നാണ്. അപ്പോൾ നേരത്തെ ആരിഫ് ഹുസൈൻ പറഞ്ഞു അദ്ദേഹം അങ്ങനെ ഒരു ടേമിനോട് യോജിക്കുന്നില്ല എന്നുള്ളതാണ്. ലവ് ജിഹാദ് ഇല്ല, പക്ഷേ നിർബന്ധിത മതപരിവർത്തനം നടത്തി പെൺകുട്ടികളെ അന്യ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു, അത് ഒരു പ്രത്യേക അജണ്ടയോടു കൂടിയാണ് എന്നെല്ലാവർക്കും കൃത്യമായിട്ടറിയാം.
അങ്ങനെയുള്ള നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്തിന് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നിയമസഭയിൽ കണക്കുകൾ അവതരിപ്പിച്ചല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരള സ്റ്റോറി എന്ന സിനിമ പോലും പിറവി കൊണ്ടത്. ആ സംവിധായകർ കൃത്യമായിട്ട് അത് തുറന്നു പറയുന്നുണ്ട്. കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെ കണക്കുകൾ അവതരിപ്പിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അന്വേഷിച്ച് ഇറങ്ങുകയും കേരളത്തിൽ നടക്കുന്നത് അത് ലോകത്തെ അറിയിക്കണം, അത് സിനിമയിലൂടെ അറിയിക്കണമെന്ന് തീരുമാനിച്ചുവെന്ന് കേരള സ്റ്റോറിയുടെ സംവിധായകൻ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഈ ലവ് ജിഹാദ് അതൊരു ടെക്നിക്കൽ ടേമാണ്. അത് ഉണ്ടോ ഇല്ല. പക്ഷേ ഈ എന്താണ് ലവ് ജിഹാദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് കൃത്യമായിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. അത് തുറന്ന് പറഞ്ഞതിന് PC ജോർജിനെ ഇങ്ങനെ ക്രൂശിക്കേണ്ട കാര്യം ഉണ്ടോ? PC ജോർജ് ഇനി വാ തുറക്കരുത് എന്ന് ഒരു വിഭാഗം തീരുമാനിച്ചിരിക്കുകയാണ്. വാ തുറന്നാൽ അപ്പോൾ അവിടെയും ഇവിടെയൊക്കെ കേസ് കൊടുക്കും. അല്ലമ്പേരെ നമ്മുടെ ഈ ലവ് ജിഹാദ് എന്ന് പറയുന്നതിന് ഗവൺമെന്റ് പറഞ്ഞ മറുപടിയിലാണല്ലോ ഇത് ഇപ്പൊ തുടങ്ങിയത്. ഈ സർക്കാർ ലവ് ജിഹാദ് ഉണ്ടോ ഇല്ലയോ എന്ന ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ ഇപ്പോ ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു ഏർപ്പാടിന്റെ സംഘാടകർ അവര് ഞങ്ങൾ ലവ് ജിഹാദാണ് നടത്തുന്നത് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു പരിപാടി കേരളത്തിൽ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. കൃത്യമാണത്. കാരണം അതിന്റെ സംഘാടകർ അത് നടത്തുന്നവരാരാണോ അവര് ഞങ്ങൾ ഈ രാജ്യത്ത് ലവ് ജിഹാദ് നടത്താൻ പോകുന്നു എന്ന് പ്രഖ്യാപിച്ചിട്ടുമില്ല. അവരങ്ങനെ ഒരു പേര് അവരുടെ ആ മൂവ്മെന്റിന് അവരായിട്ട് ഇട്ടിട്ടുമില്ല. എന്നാൽ അങ്ങനെ ഒരു പേര് വരാൻ കാരണം എന്താണ്? അങ്ങനെ ഒരു ചർച്ച വരാൻ കാരണം എന്താണ്? അതാണല്ലോ പ്രധാനം. ഇവിടെ അവര് ആസൂത്രിതമായി ഇതര മതസ്ഥരായ പെൺകുട്ടികളെ അവരുടെ യുവാക്കളെ ഉപയോഗിച്ചുകൊണ്ട് സ്വാധീനിക്കാനും അവരെ മയക്കുമരുന്നിന്റെ വിപണനത്തിലായാലും വിദേശത്തേക്ക് കടത്തി സിറിയയിൽ അയക്കാനാണെങ്കിലും അതല്ല മറ്റു പല ആടുമേയ്ക്കാൻ പോയതടക്കമുള്ള പല ഏർപ്പാടുകളും ഇതെല്ലാം കൃത്യമായി ആ കാലഘട്ടത്തിൽ പത്രങ്ങളിലും ചർച്ചകളിലും എല്ലാം ഉയർന്നു വന്ന കാര്യങ്ങൾ. അപ്പൊ ആ നിലയിലുള്ള സംഭവ വികാസങ്ങൾ തുടർച്ചയായി നമ്മുടെ നാട്ടിലുണ്ടായപ്പോ അതിന് സമൂഹം നൽകിയ പേരാണ് ലവ് ജിഹാദ്. അതല്ലാതെ ആ പദ്ധതി നടപ്പാക്കിയ ആളുകൾ പ്രഖ്യാപിച്ച പേരല്ല. അപ്പൊ അതുകൊണ്ട് പോലീസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പേരിലൊരു പരിപാടി നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ പോലീസും പറയും അങ്ങനെ ഒരു പരിപാടിയില്ല, കാരണം ആരും അതിന്റെ പ്രഖ്യാപിത സംവിധാനമല്ല. എന്നാൽ ഇവിടെ നടക്കുന്ന ആ ഏർപ്പാടിനെ കുറിച്ചിട്ടുള്ള FIR ഉണ്ടോ എന്ന് പരിശോധിച്ചാൽ അതിന്റെ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നു, അവരെ മതം മാറ്റാൻ പ്രേരിപ്പിക്കുന്നു, അല്ലെങ്കിൽ അവരെ ഇതര മതസ്ഥർ, അതായത് ക്രൈസ്തവര അല്ലെങ്കിൽ ഹിന്ദു മതത്തിൽപ്പെട്ട പെൺകുട്ടികൾക്ക് അവരുടെ മതത്തെക്കുറിച്ച് അവർക്ക് തന്നെ അവരുടെ മതത്തിന് എന്തൊക്കെയോ പോരായ്മയുണ്ട് എന്ന ഒരു കാഴ്ചപ്പാട് അവരുടെ മനസ്സിലേക്ക് വരുത്തിയിട്ട് അവരെയൊക്കെ ഈ മതത്തിന്റെ ഭാഗമാണ് മെച്ചം എന്ന് ധരിപ്പിച്ച് അവരെ മതം മാറ്റാൻ നടത്തിയിട്ടുള്ള നിരന്തരമായ പരിശ്രമങ്ങളുടെ തുടർച്ചയായ അനേകം ഉദാഹരണങ്ങൾ നമ്മുടെ കേരളത്തിൽ തന്നെ നിരന്തരമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അത് അനിൽനമ്പ്യാർക്ക് പറയാമല്ലോ, തൃപ്പൂണിത്തുറയിൽ ആർഷവിദ്യാസമാജം ഇങ്ങനെ വന്നിട്ടുള്ള കുട്ടികളെ അവർക്ക് ബോധവൽക്കരണം നടത്തിയ സംഭവവും ഈ നാട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. അതൊന്നും ആർക്കും മറച്ചു വെക്കാൻ കഴിയുന്നതല്ല. അപ്പൊ അങ്ങനെ ആ കാര്യങ്ങളെ പൊതുസമാജത്തിൽ നിന്ന് തന്നെ അതിനെ ചെറുക്കാനുള്ള പരിശ്രമം ഉയർന്നു വരികയും സ്വാഭാവികമായ ചെറുത്തുനിൽപ്പ് രൂപപ്പെടുകയും ഒക്കെ ചെയ്തപ്പോ ഇവിടെ അതിനെ സംബന്ധിച്ച ഉപയോഗിക്കപ്പെട്ട ഒരു വാക്കാണ് ലവ് ജിഹാദ്. അപ്പൊ ആ വാക്ക് യാഥാർത്ഥ്യമാണ്. അത് സമൂഹത്തിന് ബോധ്യപ്പെട്ടപ്പോ അവിടെ നടക്കുന്ന ആ പ്രവണതയെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുള്ള വാക്കാണ്. ഇപ്പൊ നമുക്കറിയാം അർബൻ നക്സൽ പ്രവർത്തനം. ഈ അർബൻ നക്സലാണ് ഞങ്ങൾ എന്ന് നമ്മുടെ നാട്ടിൽ ആരെങ്കിലും പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷെ സ്വാഭാവികമായും ഈ നക്സലൈറ്റുകൾക്കുണ്ടായ പരിവർത്തനത്തിലൂടെ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ആ സമൂഹത്തിൽ അവരിടപെട്ട് നടത്തുന്ന ആ പ്രവർത്തനങ്ങളെ നിരന്തരമായി നിരീക്ഷിക്കുന്നവർക്ക് ബോധ്യം വന്ന വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ അവരെ കുറിച്ച് പരാമർശിക്കുമ്പോൾ ഉപയോഗിച്ചൊരു വാക്ക് എന്ന് പറയും പോലെ തന്നെ ഈ നാട്ടിൽ വ്യാപകമായി ഉപയോഗിക്കാൻ ഇടയാക്കിയിട്ടുള്ള ഒരു വാക്കാണ് ലവ് ജിഹാദ്. അതൊരു യാഥാർത്ഥ്യമാണ്. അത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു യാഥാർത്ഥ്യമാണ് ഇന്ന്.
അതിന് ജീവിക്കുന്ന രക്തസാക്ഷികൾ എത്ര വേണം? ആ ജീവിക്കുന്ന രക്തസാക്ഷികളുടെ അല്ലെ നല്ല നമ്പ്യാർ മുമ്പേ പറഞ്ഞ കേരള സ്റ്റോറി. അതെ അതെ, അത് മാത്രമല്ല ഈ നേരത്തെ തൃപ്പൂണിത്തുറയിലായിരുന്നു, ഇപ്പോൾ ആർഷവിദ്യാ സമാജം ഇവിടെയാണ്, തിരുവനന്തപുരത്താണ്. അവിടെ പോയാൽ മതി, അവിടെ പോയി നോക്കിയാൽ മതി, ഇതിന്റെ ഇരകൾ അവിടെ ഉണ്ട്. അല്ല, നേരിട്ട് ആർക്കും ബോധ്യമാവും. അപ്പം അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നിരന്തരമായി നടന്നു വന്നപ്പോ അതിനെ ഇപ്പൊ തൃപ്പൂണിത്തുറയിൽ അവരുള്ള സമയത്ത് അവരതിനെ ചെറുത്ത് നിൽക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തിയപ്പോ പിന്നീട് തിരുവനന്തപുരത്ത് പോകുമ്പോഴായാലും അല്ലെ മറ്റു പ്രദേശത്തായാലും ഒക്കെ അവര് നടത്തുന്ന പ്രവർത്തനത്തെയൊക്കെ വർഗീയമായി ചിത്രീകരിക്കാനും അവർക്കെതിരെ വേണമെങ്കിൽ കേസെടുക്കാം എന്ന സമീപനം സ്വീകരിക്കുകയും, എന്നാൽ അതേസമയം ഈ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അവർക്ക് സ്റ്റഡി ക്ലാസ് കൊടുക്കുക, അല്ലെങ്കിൽ അവരെ ഹിപ്നോട്ടൈസ് ചെയ്യുക, അല്ലെങ്കിൽ അവരെ മറ്റ് മനംമാറ്റത്തിന് വിധേയമാക്കുക, അല്ലെങ്കിൽ അവർക്ക് മയക്കുമരുന്ന് കൊടുക്കുക, ഇതൊക്കെ ചെയ്തിട്ടുള്ള ഏജൻസികളെയോ സംവിധാനങ്ങളെയോ ഒക്കെ മറച്ചു പിടിക്കാനുമുള്ള പരിശ്രമമാണ് നിരന്തരമായി കേരളത്തിൽ സർക്കാരുകളടക്കം ചെയ്തിട്ടുള്ളത്. നമുക്കറിയാമല്ലോ, ജോസഫ് മാഷിന്റെ കൈ വെട്ടിയ വേളയിൽ ഇവിടെ ഉണ്ടായ പ്രതികരണം എന്താ? അന്ന് ആ യാഥാർത്ഥ്യം അത് വസ്തുതയാണ്, അത് അക്രമമാണ് എന്ന് പറയാൻ പോലും ഭയപ്പെട്ടിരുന്ന ഒരു സമാജം, അവരാണ് ഇന്ന് ധൈര്യപൂർവ്വം സമ്മേളനം വിളിച്ചു കൂട്ടിക്കൊണ്ട് ഈ യാഥാർത്ഥ്യങ്ങളെയൊക്കെ തുറന്നു പറഞ്ഞ് ചെറുത്തു നിൽക്കേണ്ട നിലയിലേക്ക് വന്നു. അത് നമ്മുടെ കേരളീയ സമൂഹത്തിൽ ഈ പ്രശ്നത്തെ യാഥാർത്ഥ്യബോധത്തോടെ സമൂഹം സമീപിച്ചതിന്റെ പരിണതഫലമാണ് ഇന്നുണ്ടായിട്ടുള്ള മാറ്റം. അതിന്റെ തുടർച്ചയാണ് കഴിഞ്ഞ ദിവസം പാലാരൂപതയിൽ അല്ലെങ്കിൽ അവിടെ നടന്നിട്ടുള്ള ആ സമ്മേളനം. ആ സമ്മേളനത്തെ കുറിച്ച് അവിടെ പങ്കെടുത്ത വൈദികർ ഇവിടെ വിശദീകരിച്ചല്ലോ. അവിടെ PC ജോർജ് പങ്കെടുത്തപ്പോ അദ്ദേഹത്തിന്റെ ശൈലിയിൽ ഈ ചില അഭിപ്രായങ്ങൾ പറഞ്ഞു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, PC ജോർജിനെ സംബന്ധിച്ച് അദ്ദേഹം പൂഞ്ഞാറുകാരനാണ്. പൂഞ്ഞാറുകാരന്റെ ഒരു സ്വതസിദ്ധമായ ശൈലിയിലുള്ള ഭാഷയും സമീപനവും ഒക്കെ അദ്ദേഹത്തിന് നിരന്തരമായി കാലങ്ങളായിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ശൈലിയിൽ കാര്യം പറയുന്നു, തുറന്നു പറയുന്നു. ഏത് കാര്യവും മുഖത്തടിച്ച് പറയും, തുറന്നു പറയും. അത് അദ്ദേഹത്തിന്റെ ഒരു ശൈലിയാണ്. അപ്പൊ അങ്ങനെ അദ്ദേഹം ആ കാര്യങ്ങളെ അവതരിപ്പിച്ചു എന്നതിനപ്പുറത്ത് അദ്ദേഹത്തെ ക്രൂശിക്കാൻ മാത്രമൊന്നും ഈ ഇപ്പൊ നടന്നിട്ടുള്ള ആ സമ്മേളനത്തിലെ അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്താ പറഞ്ഞു? അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം അഭിമുഖീകരിക്കുന്ന ആ ഹാളിലിരിക്കുന്ന അല്ലെങ്കിൽ അവരെ പ്രതിദാനം ചെയ്യുന്ന സമാജം, ആ സമാജം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഭാവിയിൽ അവർ സ്വീകരിക്കേണ്ട സമീപനത്തിലും ഇന്ന കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാൽ ഉചിതമാണ് എന്ന അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് അദ്ദേഹം പറഞ്ഞത്. ആ അഭിപ്രായം പറയാനുള്ള അവകാശമില്ലെങ്കിൽ അദ്ദേഹത്തിന് അവിടെ പോകാൻ പറ്റില്ല. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തെ ക്ഷണിച്ചവർക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പിന്നെ അവിടെ അത് സംബന്ധിച്ചിട്ട് അവിടെ അതാണ് പറഞ്ഞത് എന്ന് കേട്ടറിഞ്ഞിട്ട് അദ്ദേഹത്തിനെതിരെ ബോധപൂർവം പരാതി കൊടുക്കാൻ വേണ്ടി ആരെങ്കിലും നീങ്ങുന്നുണ്ടെങ്കിൽ അവരുടെ അജണ്ട വ്യക്തമാണ്. അവര് ഈ കാര്യങ്ങളെയൊക്കെ നിരന്തരമായി മൂടി വെക്കാൻ വേണ്ടി സമൂഹത്തിന് ഇത് ചർച്ച ചെയ്യരുത് എന്ന് ആഗ്രഹിക്കുന്ന എന്നാൽ ഇത് നടപ്പാവണമെന്നും, കാരണം ഇന്ന് കേരളം മാത്രമല്ല ഭാരതം അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഇവിടെ സൂചിപ്പിച്ചല്ലോ. യഥാർത്ഥ വിഷയം മയക്കുമരുന്നിന്റെ ആണ്. മയക്കുമരുന്നിൽ നിന്ന് മാറിപ്പോകരുതെന്ന് പറയുമ്പോൾ ഈ മയക്കുമരുന്ന് മാത്രമല്ല മരുന്നും ഒരു പ്രശ്നമാണ് രാജ്യത്ത്. ഇപ്പൊ ഈ യഥാർത്ഥത്തിൽ നമ്മുടെ ഭാരതം ഇന്ന് ഒരു 3ാം ലോകമഹായുദ്ധത്തെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കഴിഞ്ഞ കാലത്തുണ്ടായതുപോലെ അല്ലെങ്കിൽ കഴിഞ്ഞ ലോകമഹായുദ്ധത്തിൽ ഉപയോഗിച്ചത് പോലെയുള്ള അണുബോംബോ അല്ലെങ്കിൽ പുതിയ ബോംബുകളോ അല്ല, മറിച്ച് മയക്കുമരുന്ന് പോലെയുള്ള വലിയ ഒരു ഗാങ്ങുകളെ ആഗോളതലത്തിൽ തന്നെ സൃഷ്ടിച്ചിട്ട് നമ്മുടെ രാജ്യത്തെ ആക്രമിച്ച് ഉള്ളിലൂടെ തന്നെ കടന്നു വന്ന് ആക്രമിച്ച് കീഴടക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടക്കുമ്പോൾ അതിനെ ചെറുത്തു നിൽക്കാൻ വേണ്ടി രാജ്യത്തിന്റെ ഭരണകൂടം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി നടത്തുന്ന പ്രവർത്തനങ്ങൾ. ഇപ്പൊ മയക്കുമരുന്നിന് കേരളത്തെക്കാൾ കൂടുതൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിപ്പെട്ട ഒരു പ്രദേശമായിരുന്നു പഞ്ചാബ്. ഇന്നിപ്പോ പഞ്ചാബ് മോചനത്തിന്റെ പാതയിലാണ്. അവിടെ ആസൂത്രിതമായി പാകിസ്ഥാന്റെ അതിർത്തി പ്രദേശം. അപ്പൊ ആ പ്രദേശത്ത് ഈ കഴിഞ്ഞ കാലത്ത് അങ്ങനെ ഒരു സാഹചര്യം രൂപപ്പെട്ടത് എങ്ങനെയാ? അതിന് സമാനമായിട്ടോ അതിലേറെയോ ആയി കേരളത്തിലേക്ക് ആ പ്രവർത്തനങ്ങളെ വ്യാപിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഏജൻസികൾ ആരാണ് എന്ന് പരിശോധിക്കുമ്പോൾ ഈ തീവ്രവാദ സംഘങ്ങളും ഈ മയക്കുമരുന്ന് സംഘങ്ങളും ആഗോളതലത്തിലുള്ള ഭാരതവിരുദ്ധ ശക്തികളും എല്ലാം ഒന്നാണ് എന്നുള്ള പോയിന്റിലേക്ക് പലപ്പോഴും നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നു. അവിടെയാണ് രാജ്യത്തെ ജാഗ്രത വേണം, സ്വയം അതിനെ ചെറുക്കാനുള്ള ഒരു മനോഭാവം ഉണ്ടാവണം. ആ മനോഭാവം ഗ്രാമഗ്രാമാന്തരങ്ങളിൽ ഉയർന്നു വരണം എന്ന സന്ദേശമാണ് മയക്കുമരുന്നിനെതിരെ
പാലാ രൂപതയിൽ ഉയർന്നതും ഇന്ന് ചങ്ങനാശ്ശേരി രൂപതയിൽ തറയിൽ പിതാവിന്റെ നേതൃത്വത്തിൽ അത് സംബന്ധിച്ചിട്ട് മുനിസിപ്പൽ ജംഗ്ഷൻ നടന്ന ഒരു ഉപവാസം ഇരുന്ന ആളുകൾക്ക് അദ്ദേഹം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് തുടക്കം കുറിച്ച പരിപാടിയിൽ ഞാനും പങ്കെടുത്തതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇന്ന് കേരളത്തിലെ സഭകൾ ഇത്തരം പ്രവണതകളെ കുറിച്ച് കൂടുതൽ ജാഗരൂകരാണ്. അവരെല്ലാ കാലത്തും അങ്ങനെയായിരുന്നു. പക്ഷെ ഒരു ഘട്ടത്തിൽ അവർക്ക് പോലും പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടിരുന്നു എന്നതാണ് ഞാൻ നേരത്തെ ജോസഫ് മാഷിന്റെ സംഭവം ചൂണ്ടിക്കാണിച്ചപ്പോൾ ഉണ്ടായത്. അപ്പൊ ഇന്നിപ്പോ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് നടക്കുന്ന ഭരണകൂടത്തിന്റെ അതിശക്തമായ ഇടപെടൽ, ദേശീയ ബോധമുള്ള ഒരു ഭരണം വന്നപ്പോ ഈ അന്താരാഷ്ട്ര ഭീകരവാദ പ്രസ്ഥാനങ്ങൾ രാജ്യത്തിനുള്ളിൽ നടത്തുന്ന പ്രവർത്തനം, അത് ലവ് ജിഹാദായാലും മയക്കുമരുന്നായാലും ഈ മറ്റ് ഭീകരവാദമായാലും എന്തിനേയും ചെറുക്കാനുള്ള തന്റെ ഇടമുള്ള സർക്കാരുണ്ട് എന്ന ആത്മവിശ്വാസമാണ് ഇന്ന് രാജ്യത്തുടനീളം ഇതിനെ ചെറുത്തു നിൽക്കാനുള്ള കരുത്ത്, പ്രതികരിക്കാനുള്ള ശേഷി സമൂഹത്തിനുണ്ടാക്കിയത്. അതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തിൽ ഊന്നി നിന്നുകൊണ്ട് ഇന്ന് PC ജോർജ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിന്റെ ഭാഗമായി നിൽക്കുന്ന അദ്ദേഹം അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം കഴിഞ്ഞ കാലത്ത് ഈ ഭീകരവാദ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി പ്രവർത്തിച്ച ചില ആളുകളോടൊപ്പം തന്നെ ഇടപെട്ടിട്ടുള്ള ആളാണ് എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞല്ലോ. അതൊക്കെ തിരിച്ചറിഞ്ഞിട്ടാണ് അദ്ദേഹം ഇന്ന് യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ഈ രാജ്യത്തിന്റെ താല്പര്യം സംരക്ഷിക്കാനും അദ്ദേഹം ജീവിക്കുന്ന ഈരാറ്റുപേട്ടയുടെയും പൂഞ്ഞാറിന്റെയും താല്പര്യം സംരക്ഷിക്കാനും വേണ്ടി BJPക്കൊപ്പം ചേർന്നിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തെ ഇപ്പൊ ഈരാറ്റുപേട്ട എന്ന് പറയുന്ന പ്രദേശം ഇപ്പൊ ഇന്നും ഇന്നലെയുമല്ല ഇത്തരം ഭീകരവാദ പ്രസ്ഥാനങ്ങളുടെ താവളമായി മാറിയത്. കോലാഹലമേടും വാഗമണ്ണും അടങ്ങുന്ന പ്രദേശങ്ങൾ എനിക്കതെല്ലാം സുപരിചിതമാണ്. ഞാനും ഒരു പരിധിവരെ ആ നാട്ടുകാരൻ തന്നെയാണ്. എനിക്ക് ആ പ്രദേശങ്ങളെ കുറിച്ച് നല്ല ധാരണയുണ്ട്. ആ പ്രദേശത്തൊക്കെ ഓരോ ദശാബ്ദങ്ങൾക്ക് മുമ്പ് മുതൽ ആരംഭിച്ചിട്ടുള്ള ധാരാളം ഇത്തരത്തിലുള്ള പ്രവണതകൾ, ആ പ്രവണതകളുടെ തുടർച്ച ഇന്ന് ഇത്തരം ഭീകരവാദ ശക്തികളുടെ നിരന്തരമായ ഒരു ഭീഷണിയിലെത്തി നിൽക്കുമ്പോൾ അതിനെ ചെറുക്കാനുള്ള തന്റെ ഇടം കാണിക്കുന്ന PC ജോർജ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗമായി മാറുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് രാഷ്ട്രീയമായിട്ട് ഉള്ള പ്രൊട്ടക്ഷൻ, അതേപോലെ നിയമപരമായുള്ള പ്രൊട്ടക്ഷൻ, അതൊക്കെ നൽകാനുള്ള സംവിധാനമുണ്ട് എന്ന ആത്മവിശ്വാസം അതെല്ലാം ചേരുമ്പോൾ അദ്ദേഹം ശക്തമായി ഇനിയും പ്രതികരിക്കും, സംശയമൊന്നുമില്ല. കെവിൻ പീറ്റർ, മീനച്ചിൽ താലൂക്കിൽ മാത്രം 400 പെൺകുട്ടികളെ ലവ് ജിഹാദിലൂടെ നഷ്ടപ്പെട്ടു. 41 പേരെ മാത്രമാണ് തിരികെ കിട്ടിയത്. ക്രിസ്ത്യാനികൾ 24 വയസ്സിന് മുമ്പ് പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കാൻ തയ്യാറാക്കണം. യാഥാർത്ഥ്യം മനസ്സിലാക്കി രക്ഷിതാക്കൾ പെരുമാറണം. ഇങ്ങനെയൊക്കെയാണ് PC ജോർജ് പറഞ്ഞത്. ആ പ്രസംഗം ഞാനും ഇന്ന് കണ്ടതാണ്. 1-2 തവണ അത് സാഗൂതം അത് കേട്ടതാണ്. അപ്പോൾ അതിലൊന്നും ഒരു മതത്തെ ഇവരുദ്ദേശിക്കുന്ന ആ മതത്തിനെതിരെ അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞിട്ടില്ല. പക്ഷേ ചില സൂചനകളൊക്കെ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നോക്കൂ, PC ജോർജിനെ പോലെ ഇത്രയും പ്രഗത്ഭനായിട്ടുള്ളൊരു രാഷ്ട്രീയ നേതാവ് ചില കണക്കുകൾ അവതരിപ്പിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അതേക്കുറിച്ച് അന്വേഷിക്കേണ്ടതിന് പകരം PC ജോർജിനെ വീണ്ടും പിടിച്ച് ജയിലിലാക്കണം എന്ന് ഈ നേരത്തെ പറഞ്ഞ സംഘടനകൾ, SDPI, അതുപോലെ യൂത്ത് ലീഗ്, യൂത്ത് കോൺഗ്രസ്, അങ്ങനെ ഒരു ആഗ്രഹവുമായിട്ട് നടക്കുന്നവർ, അതിനൊത്ത് പോലീസ് തുള്ളണമോ അതോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും ഭീകരമായിട്ടുള്ള ചില വസ്തുതകൾ അവതരിപ്പിക്കുന്നു? ഇതൊന്നും ഒരുപക്ഷെ പോലീസിൻ്റെ പക്കൽ തെളിവുകൾ ഉണ്ടാവില്ല. പക്ഷേ ഇടവകകൾക്ക് കൃത്യമായിട്ട് കണക്കുകൾ ഉണ്ടാവും. കാരണം ഇത്തരം അനുഭവങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നവരാണ് പോലീസ്. നമുക്കറിയാമല്ലോ, കേരളത്തിലെ പോലീസ് നേരത്തെ തന്നെ ഒരു മുൻ DGP തന്നെ പറഞ്ഞാണ് ഇവിടെ ലവ് ജിഹാദ് ഇല്ല. ഹൈക്കോടതിയിൽ നിന്ന് അങ്ങനെ ഒരു ക്വറി വന്ന സമയത്ത് ഒരു ചോദ്യം ഉന്നയിച്ച സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നത് ജസ്റ്റിസ് KT ശങ്കരൻ ഉള്ള സമയത്താണെന്ന് തോന്നുന്നു. ഇവിടുത്തെ DGP അന്ന് മറുപടി കൊടുത്തത് ലവ് ജിഹാദ് ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ മറവിൽ ഇങ്ങനെയുള്ള ചില പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന് പകൽ പോലെ വ്യക്തമാണ്. അതുകൊണ്ട് ഈ കണക്കുകൾ അത് പെരുപ്പിച്ച് കാട്ടിയതാണ് എന്ന് പറഞ്ഞുള്ള വിമർശനവും ഉയർന്നിട്ടുണ്ട്. പൊതുവിൽ എങ്ങനെയാണ് താങ്കൾ ഈ പരാമർശത്തെ, PC ജോർജിൻ്റെ ഈ പരാമർശത്തെ നോക്കി കാണുന്നത്?
ഈ നമ്മുടെ കരിപ്പൂര്, നമ്മുടെ കൊച്ചി സിയാൽ എയർപോർട്ട്, ഈ രണ്ട് വിമാനത്താവളങ്ങളിൽ ഒരു പ്രത്യേക വിഭാഗം ആണും പെണ്ണും മലദ്വാരത്തിൽ സ്വർണം കടത്തിക്കൊണ്ടുവരുന്ന ഒരു ഏർപ്പാടുണ്ട്. അതിനെ പൊതുസമൂഹം ഈ ലവ് ജിഹാദ് പോലെ പൊതുസമൂഹം സോഷ്യൽ മീഡിയയ്ക്ക് ഒരു ഓമന പേരിട്ട് വിളിക്കുന്നുണ്ട്. ഞാനത് പബ്ലിക്കായിട്ട് പറയണം, മലദ്വാർ ഗോൾഡ്. മലദ്വാർ ഗോൾഡ് എന്നാണ് അതിനെ വിളിക്കുന്നത്. ഇപ്പോ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിനോടോ അല്ലെ പോലീസിനോടോ അല്ലെങ്കിൽ വിവരാവകാശ പ്രകാരമോ മലദ്വാർ ഗോൾഡിൽ എത്ര കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ മലദ്വാർ ഗോൾഡിൽ കേസില്ല എന്നേ പറയും. അതേസമയം മലദ്വാരത്തിൽ ഒളിപ്പിച്ച് സ്വർണം കടത്തുന്ന കേസുകൾ, സ്വർണ്ണ കള്ളക്കടത്ത് എത്ര എണ്ണം കരിപ്പൂരും കൊച്ചിയിലും പിടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം കിട്ടും. എന്ന് പറഞ്ഞതുപോലെയാണ് ലവ് ജിഹാദ് എന്ന് പറയുന്ന പദം. ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു ടേം ഇന്ത്യൻ പീനൽ കോഡിലോ ഇപ്പൊ പുതിയതായിട്ടുണ്ടായ ഭാരത് ന്യായ സംഹിതയിലോ ഇല്ല. അതുകൊണ്ട് തന്നെ ഗവൺമെന്റിനോട് രേഖാമൂലം ഏതൊരു കാര്യം, അത് ലോക്സഭയിൽ എഴുന്നേറ്റ് എന്ന് ചോദിച്ചാലും വിവരാവകാശ പ്രകാരം കൊടുത്താലും എന്ത് ചോദിച്ചാലും ആ ഒരു ഇതിൽ കേസ് ഇല്ല എന്നേ പറയുള്ളൂ. ഈ പറയുന്ന ഇപ്പൊ അനിൽ നമ്പ്യാർ സൂചിപ്പിച്ച ജസ്റ്റിസ് KT ശങ്കരന്റെ ആ രണ്ട് യുവാക്കളുടെ ബെയിൽ തള്ളിക്കൊണ്ടുള്ള വിധിന്യായത്തിന്റെ 17ാമത്തെ പേജിലാണ് അദ്ദേഹം റോമിയോ ജിഹാദ് ഓർ ലവ് ജിഹാദ് എന്നതിനെ കുറിച്ച് പറയുന്നത്. അതിൽ അദ്ദേഹം കൊടുത്ത ചോദ്യങ്ങൾക്ക് മറുപടിയായി ഇവിടുത്തെ കേരള പോലീസ് കൊടുത്തത് അങ്ങനെ ഒരു സംഘടന പ്രവർത്തിക്കുന്നില്ല, അങ്ങനെ ഒരു ഓഫീസ് പ്രവർത്തിക്കുന്നില്ല, നിൽ ഇല്ല, അറിയില്ല, പറയാൻ ബുദ്ധിമുട്ടാണ്, ഇങ്ങനെയുള്ള ഉത്തരങ്ങൾ മാത്രമാണ് എന്ന് കൊടുത്തതെന്ന് ആ 17ാമത്തെ പേജിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ലവ് ജിഹാദ് എന്ന് പറയുന്നത് ഇവിടെ ഒരു യാഥാർത്ഥ്യമാണ്. കാരണം ജിഹാദ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ഈ പൊതുസമൂഹം ചർച്ച ചെയ്യണം. ഞങ്ങളുടെ സമുദായത്തിലെ ചില ആളുകൾ, മതേതര ആയിട്ടുള്ള ചില ആളുകൾ കയ്യടിക്ക് വേണ്ടിയിട്ട് ജിഹാദ് എന്ന് പറയുന്ന ചില പുണ്യപ്രവൃത്തിയാണ്, അത് മുസ്ലിങ്ങളുടെ പുണ്യമായ കാര്യമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് പച്ചക്കള്ളമാണ്, അത് അവരുടെ വിവരമില്ലായ്മയാണ്. ജിഹാദ് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ദേഹം കൊണ്ടും ധനം കൊണ്ടും പ്രവൃത്തി കൊണ്ടും അമുസ്ലിങ്ങളെ മുസ്ലിം ആക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളെയാണ് ജിഹാദ് എന്ന് പറയുന്നത്. അപ്പോ മുസ്ലിം ആക്കുന്നതിന് വേണ്ടിയിട്ട് പ്രണയം ഉപയോഗിക്കുന്നതിനെ പ്രണയം അല്ലെങ്കിൽ പ്രണയ ജിഹാദ് അല്ലെങ്കിൽ ലവ് ജിഹാദ് എന്ന് പറയുന്നു. മയക്കുമരുന്നിലൂടെ അടിമപ്പെടുത്തി ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നതിനെ നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്നു. കേസ് കൊടുത്ത് ആൾക്കാരെ കുരുക്കുകളിലാക്കിയിട്ട് കേസിൽ നിന്ന് ഒഴിവാക്കുന്നതിന് ഇസ്ലാം മതം സ്വീകരിച്ചാൽ മാറ്റിത്തരാമെന്നുള്ള മൈക്കൽ ജാക്സനൊക്കെ അങ്ങനെയായിരുന്നു. അപ്പൊ അതിനെ കൊണ്ടുവരുന്ന ലീഗൽ ജിഹാദ് എന്ന് പറയുന്നു. അപ്പൊ ലവ് ജിഹാദ് എന്ന് പറയുന്ന സാധനം ഇവിടെ ഉള്ളതാണ്. അപ്പൊ അതിനെക്കുറിച്ച് ഈ ജിഹാദുകളെ കുറിച്ചോ അല്ലെങ്കിൽ ഇത്തരം പ്രവണതകൾ ഇവിടെ ഉണ്ടെന്നുള്ളതിനെ കുറിച്ചോ പള്ളിയിൽ പറയാൻ പാടില്ല, തിരുനാളിന്റെ പ്രസംഗങ്ങളിൽ പറയാൻ പാടില്ല. നമ്മൾ പാലാ ബിഷപ്പിന്റെ പിതാവിന്റെ വിഷയത്തിൽ നമ്മൾ കണ്ടതാണ്. ഇപ്പൊ ഇതുപോലെ തന്നെ ഒരു മയക്കുമരുന്നിനെതിരെ ഉള്ള ഒരു ബോധവൽക്കരണ പരിപാടി എങ്ങനെ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതിനുള്ള ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരും കുട്ടികളും എല്ലാം അടങ്ങിയ ഒരു സദസ്സിനെ 7 മിനിറ്റുള്ള അഭിസംബോധന ചെയ്തപ്പോൾ പറഞ്ഞ കാര്യം പോലും ഉടനെ അത് വിവാദമാക്കുകയാണ്. കാരണം PC ജോർജിനെ വായ അടപ്പിച്ചു വെക്കും. ഇവർ കരുതിയത് ഈ ഒരു കേസോടുകൂടി, മറ്റേ ഒരു കേസോടുകൂടി PC ജോർജ് അങ്ങ് അടങ്ങുമെന്നാണ്. അപ്പൊ PC ജോർജ് വീണ്ടും പറഞ്ഞു, മറ്റൊരു കാര്യം പറഞ്ഞു, ഈരാറ്റുപേട്ടയിൽ നിന്ന് പിടികൂടപ്പെട്ട ജലാറ്റിൻ സ്റ്റിക്കുകളെ കുറിച്ച് പറഞ്ഞു. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു ചർച്ച വഴിമാറണം. PC ജോർജിനെ വീണ്ടും നിശബ്ദനാക്കണം. PC ജോർജിനെ വായ അടപ്പിച്ചു കഴിഞ്ഞാൽ മറ്റു ചിലർക്കും വായ തുറക്കാൻ ഭയമുണ്ടാവും. അതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അതേസമയം ഇവർക്ക് ഇവിടെ പള്ളികളിൽ പറയാൻ പാടില്ല. ഞങ്ങളൊരു ബോധവൽക്കരണ ക്ലാസ് ഇവിടെ വയനാട്ടിൽ നടത്തിയപ്പോൾ ആ നടത്തിയ കന്യാസ്ത്രീകൾക്കെതിരെ കേസ് കൊടുത്തു SIO, സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ. അപ്പോ സ്വകാര്യമായിട്ട് ക്രിസ്ത്യാനികളുടെ സ്വകാര്യ കെട്ടിടങ്ങൾക്കുള്ളിൽ ക്രിസ്ത്യൻ കുട്ടികൾക്ക് മുന്നിൽ ഒരു ബോധവൽക്കരണ ക്ലാസ് കൊടുക്കാൻ പാടില്ല. ക്രിസ്ത്യാനികളുടെ പള്ളിയുടെ അകത്ത് ഒരു തിരുനാൾ മതമേലധ്യക്ഷന് ഒരു പ്രസംഗത്തിലൂടെ മക്കളെ സൂചിപ്പിക്കാൻ പാടില്ല. അതേസമയം ഇവരുടെ മദ്രസയിൽ എന്താണ് പഠിപ്പിക്കുന്നത്? അന്യമത വിരോധവും വിദ്വേഷവും അല്ലേ എല്ലാ ദിവസവും പഠിപ്പിക്കുന്നത്? അല്ലെ? ഇവിടുത്തെ ഖുറാനിലെ പദങ്ങളോ അല്ലെങ്കിൽ അതൊന്നും നീക്കം ചെയ്തിട്ടല്ലല്ലോ ഇവിടെ പഠിപ്പിക്കുന്നത്. യഹൂദനെയും ക്രിസ്ത്യാനിയെയും സുഹൃത്തുക്കളാക്കരുത്, അവരെ കണ്ടെടുത്ത് വെച്ച് കൊന്നുകളയണം, എതിരെ വരുന്നവരെ തള്ളി മാറ്റിയിട്ട് മുന്നോട്ട് പോകണം, യഹൂദനെയും ക്രിസ്ത്യാനിയെയും ഇല്ലാതാക്കിയാൽ അല്ലാതെ അന്ത്യദിനം സംഭവിക്കുകയില്ല. ഇതുപോലുള്ള ആയത്തുകളല്ല ഖുർആൻ വചനങ്ങളെല്ലാം ഇവർ പഠിപ്പിക്കുന്ന മദ്രസ പുസ്തകത്തിനകത്തുണ്ടല്ലോ. അപ്പൊ ഇവരുടെ സ്ഥാപനങ്ങൾക്കുള്ളിൽ ഇവർക്ക് എന്ത് അന്യമത വിരോധം വേണമെങ്കിലും പഠിപ്പിക്കാം. ഇവ കഴിഞ്ഞ ദിവസം ഞാനൊരു ഉസ്താദിന്റെ ഒരു സംഭാഷണം കേട്ടു. ഇവർ പ്രവാചകനായിട്ട് കാണുന്ന മുഹമ്മദ് മരിക്കാൻ കിടക്കുമ്പോഴും പറയുന്നത് ക്രിസ്ത്യാനിയെയും ഹിന്ദുവിനെയും ഒരു കാരണവശാലും അടുപ്പിക്കരുതെന്ന് മരിക്കാൻ പോകുന്നതിന് മുമ്പും പറയുന്നതായിട്ട് ഉസ്താദ് പറയുന്നുണ്ട്. അപ്പൊ ഇവർക്ക് ഇവരുടെ പ്രഭാഷണങ്ങളിൽ, ചടങ്ങുകളിൽ എല്ലാ ദിവസവും പിള്ളേരെയും മദ്രസകളിൽ ഈ അന്യമത വിദ്വേഷം പഠിപ്പിക്കാം. അല്ലെ? മലയാളത്തിൽ 5 നേരം ബാങ്ക് വിളിക്കുവോ? മലയാളത്തിൽ ഇവർക്ക് ഒന്ന് ധൈര്യമുണ്ടോ ഇവർക്ക് മലയാളത്തിൽ വിളിക്കാനായിട്ട്? ഇവർ മലയാള പരിഭാഷ ഖുറാനിൽ ഇറക്കിയിട്ടുണ്ടല്ലോ. അല്ലെ? ഇവർക്ക് 5 നേരം ഒന്ന് മലയാളത്തിൽ ബാങ്ക് വിളിക്കാം. ഇവിടെ മലയാളികളല്ലേ ഉള്ളത്.
മുസ്ലിങ്ങൾ മലയാളികളല്ലേ, ഒന്ന് വിളിക്കട്ടെ, അതിന്റെ അർത്ഥം എന്താണെന്ന്. അപ്പൊ ഇതൊക്കെ ഇവർക്കാകാം, മറ്റുള്ളവർക്ക് ജയിലിൽ കഴിയുന്ന MK ഫൈസി അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം, ആ വീഡിയോ ഇപ്പോൾ വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ കൃത്യമായിട്ട് പറയുന്നത് കേട്ടില്ലേ, ഈ വിഭാഗത്തിൻ്റെ ഇവരുടെ ഔദാര്യം ഇല്ലാതെ ഭാരതത്തിന് സമാധാനപരമായി മുന്നോട്ട് പോകാനാവില്ല. അപ്പോൾ ആരാണ് ഭയക്കേണ്ടത് എന്നൊക്കെ തുറന്നു പറഞ്ഞ MK ഫൈസിക്കെതിരെ ഒരിടത്തും ഒരു കേസെടുത്തതായിട്ട് എനിക്കറിയില്ല. ഞാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു എക്സ് മുസ്ലിം എന്ന് ലേബലിൽ നടക്കുന്ന, ഇപ്പം ആരിഫ് ഹുസൈൻ എക്സ് മുസ്ലിം ആണെന്ന് ഞാനൊരു 90% വിശ്വസിച്ചിട്ടുള്ള കാര്യം പറയാം. അപ്പൊ അല്ലാതെ എക്സ് മുസ്ലിം ലേബലിൽ നടക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് എന്താണെന്ന് അറിയാം, എല്ലാ മതങ്ങളെയും വിമർശിക്കാം. അപ്പൊ അത്തരത്തിലൊരാൾക്കെതിരെ, അബ്ദുൽ ഖാദർ പുതിയങ്ങാടിക്കെതിരെ ഞാൻ ഇവിടെ ഈ സെൻട്രൽ പോലീസ് സ്റ്റേഷൻ, കൊച്ചി പോലീസ് സ്റ്റേഷൻ, എറണാകുളം പോലീസ് സ്റ്റേഷനിൽ ഞാൻ പരാതി കൊടുത്ത് ഇതുവരെ കേസെടുക്കാൻ തയ്യാറായിട്ടില്ല. എന്റെ മൊഴി വരെ എടുത്തതാണ്, അവർ മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പൊ ഒരു വിഭാഗത്തിനെതിരെ കേസ് കൊടുത്താൽ ഇവിടെ ഇല്ല, കേസ് എടുക്കില്ല. മീഡിയ വൺ, രണ്ട് സമുദായങ്ങളെ തമ്മിൽ അടുപ്പിക്കാനായിട്ട് പാലാ ബിഷപ്പ് ഹൗസ് ക്ഷേത്ര സമിതിയുടെ അവകാശവാദത്തെ തള്ളിക്കളഞ്ഞുവെന്നും ക്ഷേത്ര സമിതിക്കാർ ആ ഭൂമിയിൽ അവകാശവാദം ഉന്നയിച്ചുവെന്നും ഒരു വ്യാജ വാർത്തയാണ് മീഡിയ വൺ റിപ്പോർട്ട്, ജമാഅത്ത് ഇസ്ലാമിയുടെ മീഡിയ വൺ റിപ്പോർട്ട് ചെയ്തത് അല്ലെ. അതിന് ഉടൻ തന്നെ ഞങ്ങൾ അതിന്റെ സത്യാവസ്ഥ വിവരിച്ചുകൊണ്ട് അതിന്റെ യാഥാർത്ഥ്യം പുറത്തു വിട്ടില്ലായിരുന്നെങ്കിൽ രണ്ട് ഭാഗത്തും വാഗ്വാദങ്ങൾ ഉണ്ടാവും. അപ്പൊ അത് മനഃപൂർവ്വം കരുതിക്കൂട്ടി കലാപശ്രമമാണ്. പാലായിൽ മാഗി ഡൊമിനിക് എന്ന് പറയുന്ന കാസയുടെ ഒരു പ്രതിനിധി പാലാ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് ഇതുവരെ കേസെടുക്കാൻ തയ്യാറായിട്ടില്ല. അപ്പൊ ഇതാണ് ഇവിടെ ഉള്ള അവസ്ഥ. പിന്നെ കണക്കുകളുടെ കാര്യം, ഇവിടെ ഇപ്പം KCBCയുടെ ജാഗ്രതാ കമ്മീഷൻ 2000 ഇതുപോലെ പെൺമക്കൾ നഷ്ടപ്പെടുന്നു എന്ന് കണ്ടതുകൊണ്ട് 15 വർഷങ്ങൾക്ക് മുമ്പ് 2009 ഒരു പഠനത്തിന്റെ റിപ്പോർട്ട് പ്രകാരം ഈ കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിനായിട്ട്, മാതാപിതാക്കളെ ബോധവൽക്കരിക്കുന്നതിനായിട്ട് ലഘുലേഖ പ്രിന്റ് ചെയ്തിറക്കി. ആ കമ്മീഷന്റെ കണ്ടെത്തലുകൾ പ്രകാരം അതിനകത്ത് പറയുന്നത് 2005 മുതൽ 2009 വരെ 4 വർഷക്കാലം 4000-ലധികം പെൺകുട്ടികളാണ് കത്തോലിക്ക പെൺകുട്ടികൾ മാത്രമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അത് കൃത്യമായ കണക്കുകൾ ഓരോ ജില്ല തിരിച്ചു പറയുന്നത്. തിരുവനന്തപുരത്ത് 216, കൊല്ലത്ത് 98, ആലപ്പുഴയിൽ 78, ഇടുക്കിയിൽ 156, കോട്ടയം 126, എറണാകുളം 228, തൃശൂർ 102, പാലക്കാട് 112, മലപ്പുറം 412, കോഴിക്കോട് 364, കണ്ണൂർ 312, കാസർഗോഡ് 566 കേസുകൾ. ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു സമിതിയാണ് കത്തോലിക്ക സഭയുടെ കീഴിലുള്ള KCBC ജാഗ്രതാ സമിതി. അവർക്ക് പുറത്തുവിട്ട കണക്കുകളാണിത്. ഇത് 15 വർഷങ്ങൾക്ക് മുൻപാണ്. ഈ 15 വർഷങ്ങൾക്കിടയിൽ എന്തുമാത്രം കേസുകളാണ് കൂടിയിട്ടുള്ളത്. PC ജോർജ് പറഞ്ഞ 400 അതിനേക്കാൾ കൂടുതൽ ആ താലൂക്കിൽ ഉണ്ടാകും. കോട്ടയത്തെ കണക്കുകൾ പറയുന്നുണ്ടല്ലോ, കൃത്യമായിട്ട് കോട്ടയം പറയുന്നുള്ളൂ 126. 4 വർഷത്തെ കണക്കാണ് 15 വർഷങ്ങൾക്ക് മുൻപ്. ഇന്നും കോട്ടയത്ത് നിന്ന് ലവ് ജിഹാദ് കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ യാഥാർത്ഥ്യമാണ്. PC ജോർജ് പറഞ്ഞത് തെറ്റല്ല. പിന്നെ ഇവിടുത്തെ ഈ കണക്കുകൾ ആരെയാണ് കൊടുക്കേണ്ടത്? 10-15 വർഷമായി രണ്ട് പ്രബല സമുദായമായ ഹൈന്ദവ സമുദായവും ക്രിസ്ത്യൻ സമുദായം പറയുന്നു തങ്ങളുടെ മക്കളെ ആസൂത്രിതമായ പ്രണയത്തിന്റെ കെണിയിൽ പെടുത്തി. ഇവിടെ ഒരു പഠനം നടത്തിയിട്ടുണ്ടോ സർക്കാർ? ഒരു ഏജൻസി വെച്ച് പഠിക്കാനോ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇപ്പോഴും 2 DGPമാർ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട ബുക്ക് ഓഫ് ജിഹാദ് എന്ന് പറയുന്ന ബുക്ക് 3 വർഷമായിട്ട് 3-അംഗ സമിതി പഠിച്ചിട്ട് അതിന്റെ റിപ്പോർട്ട് പോലും പുറത്തുവിടാതെ മാറ്റിവെച്ചിരിക്കുകയാണ്. അതാണ് കേരളത്തിലെ യുവാക്കളെ തീവ്രവാദത്തിന്റെ പാതയിലേക്ക് നയിക്കുന്നത്. അതിനകത്ത് കൃത്യമായിട്ട് ജിഹാദിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് എന്റെ ആദ്യത്തെ അധ്യായത്തിൽ 10-ാമത്തെ പേജിൽ. അപ്പൊ ഇത് ഇവിടെ ഉണ്ട്. അപ്പം ഈ കണക്കുകൾ PC ജോർജ് പറഞ്ഞത് സത്യം തന്നെയാണ്. അതിൽ 400-ലധികം വർദ്ധിക്കുവാനേ സാധ്യതയുള്ളൂ. പക്ഷെ ഇത് പുറത്തു വരാൻ പറ്റില്ല. ഇപ്പൊ മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ ഓരോ മക്കൾ നഷ്ടപ്പെട്ട വേദനയിൽ ഇരിക്കുന്ന ആളുകളുടെ അഡ്രസ്സും ഡീറ്റെയിലും കൊണ്ട് തരണോ? അവരുടെ ചാനൽ ഫ്ലോറിൽ കൊണ്ടുവന്നിട്ട് ഇവർക്ക് പിച്ച് ചിന്താനും ഇവർക്ക് അവഹേളിക്കുവാൻ വേണ്ടി വിട്ടുതരണോ? അതിന്റെ ആവശ്യമില്ല, അവർ തയ്യാറല്ല. അപ്പോ പുറത്തു പറയാൻ താല്പര്യമില്ലാതെ അത് മറക്കാൻ ശ്രമിക്കുന്ന ഒത്തിരി മാതാപിതാക്കളുണ്ട്. പോലീസ് സ്റ്റേഷനിൽ പരാതി ചെല്ലാത്ത കേസുകളുണ്ട്. ബന്ധുക്കളോടും അയൽക്കാരോടും കൂട്ടുകാരോടും എല്ലാം മകൾ വിദേശത്താണ് അല്ലെങ്കിൽ അങ്ങനെ ഉത്തരേന്ത്യയിലാണ് എന്ന് പറയപ്പെട്ട കേസുകളുണ്ട്. വീട് സ്ഥലം വിട്ടിട്ട് പോയ കേസുകളുണ്ട്. പോയി ആത്മഹത്യ ചെയ്ത കുടുംബങ്ങളുണ്ട്. അങ്ങനെ ഒത്തിരി പേരുണ്ട്. 1000-ൽ ബിന്ദു സമ്പത്ത്, മകൾക്ക് വേണ്ടി പോരാടിയ ബിന്ദു സമ്പത്ത് എന്ന് പറയുന്ന തിരുവനന്തപുരംകാരി. വൈക്കത്തുള്ള അഖിലയുടെ അച്ഛൻ അശോകൻ. ഇതുപോലെ വളരെ ചില ആളുകൾ മാത്രം പുറത്തേക്ക് വരും. പക്ഷെ ഈ കണക്കുകളൊന്നും പരസ്യമായ രംഗത്ത് വരാൻ പറ്റില്ലല്ലോ, സാധിക്കില്ല. അപ്പം ഇതുപോലുള്ള കൃത്യമായ കണക്കുകൾ കത്തോലിക്ക സഭയുടെ കയ്യിലുണ്ട്.
അത് മയക്കുമരുന്നിന്റെ ആണെങ്കിൽ റീ അഡിക്ഷൻ സെന്ററിൽ വരുന്നവരുടെ ഡേറ്റകളുണ്ട്, അവരുടെ കൗൺസിലിംഗിന്റെ റിപ്പോർട്ടുകളുണ്ട്, മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഈ കണക്കുകളൊക്കെ ഉണ്ട്. അതൊക്കെ ചോദിക്കുമ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയകാരം വന്നൊന്ന് ചോദിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ ചോദിക്കുമ്പോഴോ അങ്ങോട്ട് എടുത്ത് വീശേണ്ട കാര്യമൊന്നുമില്ല. അത് അതിന്റെ ബന്ധപ്പെട്ട ഏജൻസികൾ ചോദിക്കട്ടെ, അതിനുവേണ്ടി ഒരു കമ്മീഷനെ വെക്കട്ടെ, അതിനെക്കുറിച്ച് പഠിക്കട്ടെ, അവർക്ക് അതിന്റെ കണക്കുകൾ കൊടുത്താൽ പോരെ. അപ്പോൾ ഇത് കണക്കുകളുടെ പ്രശ്നങ്ങളൊന്നും അല്ല, ഇത് ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. കാര്യം ഇവരിതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ മാത്രമേ ഇതിന്റെ കാര്യങ്ങൾ പുറത്തു വരികയുള്ളൂ. ഇപ്പോൾ തന്നെ ഇത്തരക്കാർക്ക് എല്ലാവിധ സഹായവുമാണ് ഇവിടുത്തെ ഗവൺമെന്റ് ചെയ്തു കൊടുക്കുന്നത്. ഇവിടെ കോവിഡിന്റെ സമയത്ത് നേരിട്ട് രജിസ്ട്രാർക്ക് മുന്നിൽ ഹാജരാകാതിരിക്കാൻ അന്ന് ഒരു ഇളവ് കൊടുത്തു, ഓൺലൈനിലൂടെ ഹാജരായ മതി എന്ന്. ഇപ്പോൾ പുതിയ സർക്കുലർ പ്രകാരം രജിസ്റ്റർ മാരേജ് നടത്തണമെന്നുണ്ടെങ്കിൽ നേരിട്ട് വരണമെന്നില്ല, അതിന് സൗകര്യം ചെയ്തു കൊടുത്തിരിക്കുന്നു. അതായത് ദൂരത്തിരുന്ന് രജിസ്ട്രേഷൻ നടക്കുമ്പോൾ മാതാപിതാക്കളോ ബന്ധുക്കളോ അല്ലെങ്കിൽ ഇതിനെതിരെ പ്രവർത്തിക്കുന്ന സംഘടനകളോ അറിയാതിരിക്കാനായിട്ട് അപ്രഖ്യാപിതമായ സർക്കുലർ മുഖാന്തരം കേന്ദ്ര സർക്കാർ നിർദ്ദേശത്തെ അവഗണിച്ചുകൊണ്ട് ഇതിന്റെ രജിസ്ട്രേഷന്റെ നോട്ടീസുകൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നില്ല. അപ്പൊ ഇവിടുത്തെ ഭരണകൂടം ഈ ഒരു സമുദായത്തിന്, ഒരു വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ മതമൗലികവാദികൾക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുകയാണ്. അപ്പോൾ അതിനെ ആരെങ്കിലുമൊക്കെ ശബ്ദിക്കും. അതിന് ഉത്തരവാദിത്തമുള്ള ഒരു വ്യക്തിയാണ് പി സി ജോർജ്. അദ്ദേഹം പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. അദ്ദേഹം പറഞ്ഞത് കണക്കുകൾ ചിലപ്പോൾ 400-ഇല്ല, ചിലപ്പോൾ അത് 800 ആവാനേ സാധ്യതയുള്ളൂ. അത് കുറയില്ല ഒരിക്കലും, അത് കൂടാനേ സാധ്യതയുള്ളൂ. അപ്പൊ ഇത്തരം കണക്കുകൾക്ക് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള ഇസ്ലാമിക ഭീകരവാദ പ്രസ്ഥാനങ്ങളുടെ ആളുകൾ എല്ലാ പാർട്ടിയിലും കയറി കൂടിയിട്ടുണ്ടെന്നതാണ് പി സി ജോർജിനെതിരെ വന്നിരിക്കുന്ന പരാതി ചൂണ്ടിക്കാണിക്കുന്നത്. എങ്ങനെയാണ് യൂത്ത് കോൺഗ്രസിന് പരാതി കൊടുക്കുന്നത്? യൂത്ത് കോൺഗ്രസിന് എന്താണ് ഇതിനകത്ത് താല്പര്യം? അപ്പോൾ യൂത്ത് കോൺഗ്രസിലും എത്തിയിട്ടുണ്ട് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഭീകരവാദ പ്രസ്ഥാനത്തിന്റെ ആളുകൾ. യൂത്ത് ലീഗിലും എത്തിയിട്ടുണ്ട്, SDP യിലും ഉണ്ട്. അപ്പൊ ഇതിനെ ശക്തമായിട്ട് പി സി ജോർജിനെ പോലുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ രാഷ്ട്രീയവും ജാതിയും മതവും മാറ്റി വെച്ചിട്ട് അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിരക്കുക എന്നുള്ളതാണ് കുടുംബങ്ങളോടും സമൂഹത്തോടും ഒരു കടപ്പാടുള്ളവർ ചെയ്യേണ്ടത്. ഓക്കെ, ഡോക്ടർ ജയരാജ്, പി സി ജോർജ് പാലായിൽ പറഞ്ഞത് ശരിയോ തെറ്റോ? എന്താണ് താങ്കളുടെ നിരീക്ഷണം പെട്ടെന്ന്? പി സി ജോർജ് സംബന്ധിച്ചിടത്ത് പി സി ജോർജ് കുറേ നാളുകളായിട്ട് ഈ അന്യമത വിദ്വേഷം വിളമ്പ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. കോടതി അതിന് പലവിധ താക്കീതുകൾ കൊടുത്തു. പിന്നെയും പി സി ജോർജ് അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. പി സി ജോർജ് എന്ന് പറഞ്ഞാൽ അഭിപ്രായ സ്ഥിരതയില്ലാത്തൊരു നേതാവാണ്. മുമ്പ് കുറേ നാൾ ഉമ്മൻചാണ്ടിയുടെ കൂടെ നിന്നിട്ട് ഉമ്മൻചാണ്ടി വലിയ നേതാവാണെന്ന് പറയുകയും പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടി മോശക്കാരനാണെന്ന് പറയുകയും താങ്കൾ വിശ്വസിക്കുന്ന പാർട്ടിപ്പെട്ടവരുണ്ട്. അതിലോട്ട് പോകണ്ട, നമുക്ക് വിഷയത്തിലേക്ക്. അതല്ല ഇതിനകത്ത് ഒരു വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു TV ചർച്ചയിൽ തന്നെയാണ് അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞ് നമ്പി നാരായണന് പണം കൊണ്ടു കൊടുത്തത് ഞാനാണെന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്പി നാരായണൻ വന്ന് ഓൺലൈനിൽ വന്നിട്ട് ലൈവിൽ എയറിൽ വന്നിട്ട് പറഞ്ഞ് എനിക്ക് കൊണ്ട് തന്നത് പി സി ജോർജ് എന്നല്ല, പി സി ജോർജ് ഒന്നും എനിക്ക് പൈസ ഒന്നും തന്നിട്ടില്ല. അങ്ങനെ പി സി ജോർജിൻ്റെ ഒരു കള്ളത്തരം കൂടെ പൊളിഞ്ഞു വീഴുകയാണ്. വളരെയധികം വർഷം കേരളത്തിലെ MLA ആയിരുന്ന ഒരാളാണ്. വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവാണ്. ആ ഉത്തരവാദിത്തം അതിന് ഇൻ ഗ്രൂപ്പ് ആണെങ്കിലും ശരി, അല്ലെങ്കിൽ ഒരു പ്രത്യേക ആളുകളുടെ ഒരു കൂട്ടത്തിൽ സംസാരിക്കുകയാണെങ്കിലും ശരി, ഒരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊക്കെ ഒരു അടക്കമോ ഒതുക്കോ അല്ലെങ്കിൽ ഒരു മര്യാദയൊക്കെ പാലിക്കാം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവരൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അത് അസഹിഷ്ണുതയിലോട്ട് പോകും. അത് ഏത് മതത്തിൻ്റെ പേരിലാണെങ്കിലും ശരി. അതിപ്പോൾ ഈ പറഞ്ഞ കണക്കുപോലെ ബോൺ അഗെയിൻ എന്ന് പറയുന്ന പെൻറ്റകോസ്റ്റൽ ചർച്ചുകാരാണെങ്കിലും ശരി തന്നെ ഈ പറയുന്ന കണക്കുപോലെ ജിഹാദിനെയൊക്കെ അദ്ദേഹം ഡിഫൈൻ ചെയ്തത് കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര രസമുള്ള രീതിയിൽ. അത് മറ്റേ ഇവർ പറയുന്ന കണക്കുപോലെ ജിഹാദ് എന്ന് പറയുന്നത് ഹോളി വാറാണെന്ന് ഇപ്പം അമേരിക്കക്കാർ പറയുന്നത് കണക്കുപോലെയാണ്. അങ്ങനെയൊന്നും അല്ല ജിഹാദിൻ്റെ അർത്ഥം. ജിഹാദിന് ഞാൻ കുറേ വർഷം UAE-ലും മലേഷ്യയിലൊക്കെ പല ഇസ്ലാമിക് കൺട്രീസിലും ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ്. മിഡിൽ ഈസ്റ്റിൽ മുഴുവൻ ജോലി ചെയ്തിട്ടുള്ള ആളാണ്. ജിഹാദിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ശരിക്കും ജിഹാദിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് പേഷ്യൻ ഫോർബിയറൻസ് എന്നാണ്. സമാധാനത്തിലൂടെയുള്ള സഹിഷ്ണുത എന്നാണ് ശരിക്കും ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതിന് നെഗറ്റീവ് വേർഷനാണ് കൊടുക്കുന്നതെന്നുള്ള മാത്രം. ഇപ്പൊ വെസ്റ്റിലുള്ള ആളുകൾ പറയുന്നു ജിഹാദ് എന്ന് പറഞ്ഞാൽ ഹോളി വാറാണെന്ന് പറയുന്നു. താങ്കൾ പറയുന്നു മറ്റുള്ളവരെ കൊല്ലണമെന്ന് പറയുന്നു. അവസരം തരികയാണെങ്കിൽ ഞാൻ ഒരു പ്രമുഖ മതപണ്ഡിതൻ ഇതിപ്പോ ഞാൻ അനിൽനമ്പ്യാരാണ് എന്നെ ചോദ്യം ചെയ്യുന്നത് അതോ താങ്കളാണോ? ഞാൻ ആരുടെ ചോദ്യത്തിനാണ് മറുപടി പറയേണ്ടുന്നത്? താങ്കൾ എന്നെ സംസാരിച്ചപ്പോ ഞാൻ ഇടപെട്ടില്ലല്ലോ. അപ്പൊ ഇത്തരത്തിലുള്ള സമീപനം അവസാനം
ഇതിനകത്ത് ഇപ്പോൾ ഏതെങ്കിലും മതപണ്ഡിതർ എന്തെങ്കിലും വ്യാഖ്യാനങ്ങൾ നൽകിയെന്ന് പറഞ്ഞിട്ട് അതൊരു പൊതുവ്യാഖ്യാനമായിട്ട് എടുക്കാൻ പറ്റില്ല. അത് അറബിക് വാക്കിൻ്റെ ആ വാക്കിൻ്റെ അർത്ഥമാണ് ഞാൻ പറഞ്ഞത്. ആ അർത്ഥം ഏത് ഡിക്ഷണറി വേണമെങ്കിലും എടുത്ത് പരിശോധിക്കാം. അതിന് പല ആളുകൾക്ക് പല വിവക്ഷകളും ഉണ്ടാകും. ഇപ്പം പ്രണയിച്ച് വിവാഹം കഴിക്കുന്നത് വലിയ കാര്യമൊന്നുമല്ല. കാരണം ഒരുവിധപ്പെട്ട ആളുകളൊക്കെ മിക്കവാറും ആളുകളൊക്കെ പറയുന്ന അനുസരിച്ച് വിവാഹം കഴിക്കുന്ന ഒരേ ജാതിയിൽപ്പെട്ട പ്രണയിച്ച് ആരെ വേണമെങ്കിലും ഏത് മതത്തിൽപ്പെട്ട ഏത് ജാതിയിൽപ്പെട്ട ആളെ വേണമെങ്കിലും കല്യാണം കഴിക്കാം. അതിനെയൊന്നും ആരും വിമർശിക്കുന്നില്ല. പക്ഷെ അതല്ലല്ലോ ഇവിടെ നടക്കുന്നതാണോ? ഒത്തിരി മുസ്ലിം പെൺകുട്ടികളെ ഈ ഹിന്ദുക്കൾ വിവാഹം കഴിക്കാറുണ്ട്. ഒത്തിരി ക്രിസ്ത്യാനി പെൺകുട്ടികളെ നമ്മുടെയൊക്കെ സുഹൃത്തുക്കൾ അങ്ങനെ കല്യാണം കഴിച്ച് വളരെ സമാധാനപരമായി സന്തോഷത്തോടെ ജീവിക്കുന്നവരുണ്ട് ഡോക്ടർ ജയരാജ്. അതിലൊന്നും അല്ല തർക്കം. ഇവിടെ എന്താ തർക്കം? ഇത് ഈ ചതിയിൽപ്പെടുത്തി, പ്രണയിച്ച് ചതിയിൽപ്പെടുത്തി അവരെ മതം മാറ്റി അവരെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു. അതായത് മയക്കുമരുന്ന് കടത്താൻ, അതുപോലെ സിറിയയിലേക്ക് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന നിരവധി കേസുകളുണ്ട്. അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിന് പക്ഷേ നമുക്ക് ഈ ലവ് ജിഹാദ് എന്ന ആ ഒരു സാങ്കേതിക സംജ്ഞ അതിൽ പിന്നെ പെടുത്താൻ പറ്റില്ല എന്നാണല്ലോ സർക്കാർ പറയുന്നത്. ലവ് ജിഹാദ് സാങ്കേതിക നാമം മാത്രമാണ്. പക്ഷേ അത്തരം ആക്ടിവിറ്റീസ് ഇവിടെയുണ്ട്. അതാണ് നേരത്തെ കെവിൻ പീറ്ററും അതുപോലെ നമ്മുടെ ആരിഫ് ഹുസൈനൊക്കെ പറഞ്ഞത്, രാധാകൃഷ്ണനൊക്കെ പറഞ്ഞതാണ്. നമ്മൾ ഈ ലവ് ജിഹാദ് ഉണ്ടോ ഇല്ല എന്നുള്ള ഉത്തരമേ കിട്ടുള്ളൂ. പക്ഷേ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് നടക്കുന്നില്ല, നിർബാധം നടക്കുന്നുണ്ട്. അത് തുറന്നു പറഞ്ഞാൽ എന്താണ് സാർ പ്രശ്നം? മാത്രമല്ല ഡോക്ടർ ജയരാജ്, താങ്കളുടെ ശ്രദ്ധയിലേക്ക് മുൻ MLA, CPM-ൻ്റെ മുൻ MLA ജോർജ് തോമസ്, അദ്ദേഹം ഒരു അനുഭവം തുറന്നു പറഞ്ഞിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഇങ്ങനെ അഭ്യസ്തവിദ്യയായിട്ടുള്ള ഒരു യുവതിയെ ഇങ്ങനെ പ്രണയ ചതിയിൽപ്പെടുത്തി മതം മാറ്റി തട്ടിക്കൊണ്ടുപോയ സംഭവം അദ്ദേഹം റിപ്പോർട്ട് ചെയ്തു. അന്ന് പാർട്ടി അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തു. പക്ഷേ അദ്ദേഹം പറഞ്ഞ എന്താണ്? അതായത് പാർട്ടി സർക്കുലറിൽ തന്നെ ഇങ്ങനെയുള്ള ചതിക്കുഴികളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കൈകളിലെത്തിയ ആ ലീഫ്ലെറ്റുകളിൽ ഇക്കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പാർട്ടിക്ക് ഇതേക്കുറിച്ചറിയാം. അത് ചുരുക്കത്തിൽ ലവ് ജിഹാദാണ്, പക്ഷേ അതിനെ വേറെ അർത്ഥത്തിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അത്തരം ലീഫ്ലെറ്റുകളിൽ എന്ന് കൃത്യമായിട്ട് ജോർജ് തോമസ് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു, പിന്നെ തിരിച്ചെടുക്കുകയും ചെയ്തു. അപ്പോൾ പാർട്ടിക്ക് പോലും അറിയാം ഇത് നടക്കുന്നുണ്ട് എന്ന്. പിണറായി വിജയൻ അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ അത് ചൂണ്ടിക്കാണിച്ചു. പിണറായി വിജയൻ നിയമസഭയിൽ കണക്കുകൾ ഉദ്ധരിച്ചിട്ടാണ് പറഞ്ഞത്, ലവ് ജിഹാദ് എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത്തരം ആക്ടിവിറ്റീസിൽ ഉൾപ്പെട്ട ആളുകൾ, തട്ടിക്കൊണ്ടുപോയ യുവതികൾ, അങ്ങനെ അതെല്ലാം കൃത്യമായിട്ട് അദ്ദേഹം കണക്കുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. സോ ദിസ് ഈസ് ദ റിയാലിറ്റി. ഈ യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ട് എത്ര കാലം മുന്നോട്ട് പോകാൻ പറ്റും? PC ജോർജിനെ പോലുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹം ആ നാട്ടുകാരനാണ്, കൃത്യമായിട്ട് കണക്കുകൾ അവതരിപ്പിക്കുന്നു. അതിന് PC ജോർജിൽ നിന്ന് അതായത് അന്വേഷണ ഉദ്യോഗസ്ഥർ, ഇപ്പോൾ പോലീസിൽ പരാതി കിട്ടിയല്ലോ, ഉത്തരവാദപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പോയി അദ്ദേഹത്തിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയാണ് വേണ്ടത്. ആ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് പകരം അദ്ദേഹത്തെ പിടിച്ച് അകത്തിടാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെയുള്ള ശ്രമമാണ് നടക്കുന്നത്. അതാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇത്രയേ ഉള്ളൂ ഡോക്ടർ ജയരാജ്. ഒരു കാര്യം ആഡ് ചെയ്യാനുണ്ടായിരുന്നു. അല്ല, ഒരു മിനിറ്റ്. വിഷയം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ അറിയാം. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മളിപ്പോൾ ഒരു മരണത്തിൻ്റെ കണക്കുകൾ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ വിമാന അപകടം നടക്കുമ്പോഴത്തേക്കും അതിന് വലിയ വാർത്താ പ്രാധാന്യം കൊടുക്കുന്ന കാരണം നമ്മൾ വിചാരിക്കും വിമാന അപകടത്തിലൂടെയാണ് ലോകത്തിൽ കൂടുതൽ ആളുകൾ മരിക്കുന്നതെന്ന്. പക്ഷേ കേരളത്തിൽ ഒരു വർഷം നടക്കുന്ന റോഡപകടങ്ങളുടെ കണക്ക്, മരണപ്പെട്ടവരുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ ലോകത്തെമ്പാടും നടക്കുന്ന ഇതുവരെ നടന്നിട്ടുള്ള വിമാനാപകടങ്ങളിൽ മരിച്ചുപോയ ആളുകളുടെ അത്രയും വരത്തില്ല എന്നുള്ളത് അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുപോലെയാണ് മറ്റ് ഇതായത് ഇപ്പോൾ ഇസ്ലാമിൽ നിന്ന് പെൺകുട്ടികളെ കൊണ്ടുപോയി മറ്റു മതങ്ങളിൽ നിന്ന് പെൺകുട്ടികളെ കൊണ്ടുപോയി കൺവേർട്ട് ചെയ്തിട്ട് മയക്കുമരുന്നിൽ ഇത് കൊണ്ടുപോകുന്നു എന്നല്ലേ പറയുന്നത്. അതുപോലെ ഹിന്ദു മതത്തിൽ നിന്ന് കൊണ്ടുപോയിട്ട് വ്ളോഗർമാർ കൊണ്ടുപോകാറുണ്ട്, വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കാറുണ്ട്. ഇനി അച്ഛൻ്റെ അമ്മയുടെ അനുവാദത്തോടുകൂടി കല്യാണം കഴിഞ്ഞ് വീട്ടിൽ അടിച്ചു കെട്ടിത്തൂക്കുന്ന കേസുകളുണ്ട് സ്ത്രീധനത്തിൻ്റെ പേരിൽ. അത് ധാരാളമായിട്ടുള്ള ഒരു സമൂഹമാണ് ഹിന്ദു സമൂഹം. നമുക്ക് ഒത്തിരിയധികം കേസുകൾ, റിപ്പോർട്ടഡ് കേസുകൾ നമുക്ക് ഒത്തിരി അറിയാം. പക്ഷേ അതിനെയെല്ലാം തൃണവൽക്കരിച്ചുകൊണ്ട് ഈ ഒരു സംഭവം മാത്രം, അതായത് റാഡിക്കൽ ഇസ്ലാം ഇവിടെ കൊണ്ടുവന്ന സമയത്ത്, വേരൂന്നി തുടങ്ങുന്ന സമയത്ത് കുറച്ച് ആളുകൾ, കുറച്ച് നല്ല വിദ്യാഭ്യാസമുള്ള എഞ്ചിനീയേഴ്സും
മറ്റ് അങ്ങനെയുള്ള വിദ്യാഭ്യാസമുള്ള ഡോക്ടർമാരും എല്ലാം കൂടെ ചേർന്നിട്ട് അവരുടെ ഇൻ്റർനെറ്റ് വഴി മതപഠനത്തിലൂടെ സമീർ മാലിക്കിൻ്റെയൊക്കെ ഭാഗമായിട്ട് സിറിയയിലേക്ക് പോയിരുന്നു. അങ്ങനെ കേസസ് ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ കേസസ് ഉണ്ടായിട്ടുണ്ട്. വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള കേസസാണ്, കയ്യിലെണ്ണാവുന്ന കേസസാണ്. അല്ലാതെ പി സി ജോർജ് പറയുന്നത് പോലെ വലിയ വീനച്ചൽ താലൂക്കിൽ നിന്ന് 400 പേരെ കൊണ്ടുപോയി. നമ്മൾ മൊത്തം സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുന്നേ, എത്ര ഹിന്ദുക്കൾ എത്ര ഇതിനെ കൊണ്ടുപോയി. നമുക്ക് പോലീസ് അന്വേഷിക്കട്ടെ, സെൻസസ് പോലെ പോലീസ് അന്വേഷിക്കട്ടെ കഴിഞ്ഞാൽ ഇതിനകത്ത് എത്രമാത്രം. എന്നിട്ട് അല്ല പി സി അതാണ് പറഞ്ഞത്, പി സി ജോർജിൽ നിന്ന് വിവരം ശേഖരിക്കുക. പി സി ജോർജ് അദ്ദേഹത്തിന്റെ പക്കലുള്ള തെളിവുകളെല്ലാം കൊടുക്കും, കണക്കുകളെല്ലാം കൊടുക്കും. പി സി ജോർജിൽ നിന്ന് അത് കേസിന്റെ അന്വേഷണം വരുന്നുണ്ടെങ്കിൽ അത് പി സി ജോർജിനെ ഇത് ചെയ്യുകയോ അല്ലെങ്കിൽ പി സി ജോർജിനെതിരെ കേസെടുക്കുകയോ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കുകയോ കോടതിയിൽ സമർപ്പിക്കുകയോ എന്ത് വേണമെങ്കിൽ ചെയ്യും. അതിന് മുമ്പ് എന്തിനാണ് റൂൾ ഔട്ട് ചെയ്യുന്നത്? അതിന് മുമ്പ് എന്തിനാണ് റൂൾ ഔട്ട് ചെയ്യുന്നത്? നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? പി സി ജോർജ് ആ നാട്ടുകാരനാണ്. ഞാൻ പറഞ്ഞല്ലോ 2 തവണ കോടതി വാങ്ങിക്കൊടുത്തത്. ഡോക്ടർ ജയരാജ്, പി സി ജോർജ് അദ്ദേഹത്തിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് നാട്ടിലുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. ഈ പറയുന്ന കമ്മ്യൂണിറ്റിയുടെ നിങ്ങൾക്ക് അങ്ങനെ ഇല്ലാന്ന് എങ്ങനെ പറയാൻ പറ്റും? എന്റെ വ്യക്തിപരമായ അനുഭവത്തിന്റെ പേരിൽ എനിക്ക് നാട്ടിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റത്തില്ല. വി നീഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നത് കൃത്യമായ കണക്കുകളില്ലാതെ അവതരിപ്പിക്കാനൊന്നും പറ്റത്തില്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞ കണക്കുള്ള അദ്ദേഹത്തിന് കണക്കുള്ളത് പറയാണ്. ഇങ്ങനെയുള്ള പ്രതികളുടെ ലിസ്റ്റുകൾ കൊണ്ടു തന്നാൽ അവരെ ചാനലിനകത്ത് ഒരു കേസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ആളുകളുടെ കേസ് ഉണ്ടോ എന്ന് കഴിഞ്ഞാൽ ചാനലിലിട്ട് അവരെ വലിച്ചു കീറാൻ നമുക്ക് താല്പര്യമില്ല, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് അങ്ങനെ വരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടൊരു മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പരിശോധിക്കട്ടെ. ഏതെല്ലാം മതങ്ങളിൽ ഏതെല്ലാം മതത്തിൽ പെൺകുട്ടികളെ കൊണ്ടുപോയി പീഡിപ്പിക്കുകയും മതപരിവർത്തനം നടത്തുകയും ഈ പറയുന്ന ബോണഗെയിനിലോട്ട് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്ന അല്ല, കൊണ്ടുവന്നിരുത്തണമെന്നൊന്നും പറയുന്നില്ല. ഈ കണക്കുകൾ എടുക്കട്ടെ. കണക്കുകൾ എടുത്തതിന് ശേഷം അതിനെക്കുറിച്ച് ചർച്ച വയ്ക്കട്ടെ. അല്ലാതെ ചുമ്മാതെ വൺ സൈഡഡ് ആയിട്ട് ഒരു പർട്ടിക്കുലർ റിലീജിയനിൽ മാത്രമാണ് ഇത് നടക്കുന്നതെന്ന് പറയുന്നത് ഇതിനേക്കാളും ഡേഞ്ചറസ് ആയിട്ടുള്ള പ്രീച്ചിങ് ആണ് ബോൺ അഗെയിൻ ക്രിസ്ത്യൻസ് നടത്തുന്നത്. മറ്റു മതസ്ഥരെ മിണ്ടാൻ പോലും പാടില്ല, അവരുടെ കയ്യിൽ നിന്ന് ഭക്ഷണം മേടിച്ച് കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന എത്രയോ മതവിശ്വാസികൾ കേരളത്തിൽ തന്നെ ഉണ്ട്. എത്രയോ പേരുണ്ട് അങ്ങനെ. ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഡോക്ടർ ജയരാജിനെ പോലും മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിയിരിക്കുകയാണ്. ആരിഫ് ഹുസൈൻ, താങ്കൾക്ക് എന്തോ സംശയം ഉണ്ടല്ലോ, ചോദിക്കാം ജയരാജിനോട്. അതെ. അല്ല, ഇദ്ദേഹം ഇവിടെ ജിഹാദിനെ കുറിച്ച് എനിക്കുള്ള സമയമാണോ അങ്ങനെയാണ് 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. അതോ ഓക്കെ. അപ്പോൾ ഇവിടെ പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കണ്ടത് ഒരു വിഷയം നമ്മുടെ മുന്നിലുണ്ട്. ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്യണോ ചെയ്യാതിരിക്കോ ഇത് നമ്മളുടെ ഒരു ഓപ്ഷനാണ്. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത് അത് രണ്ടുമല്ല. ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും ഒരു ഓപ്ഷൻ ആയിരിക്കും. ഇതിൽ മൂന്നാമതൊരു ഓപ്ഷൻ ഇങ്ങനെ ഒരു വിഷയമേ ഇല്ല എന്ന് പറയുന്ന ഒരാളുകളായിട്ട് ഇവിടെ ഒരു കൂട്ടം ആളുകൾ വരികയാണ്. സത്യത്തിൽ അതാണ് ഏറ്റവും അപകടം. അങ്ങനെ വരുമ്പോഴാണ് ഇത് ഉണ്ട് എന്ന് പറയുന്ന ആളുകളെ വേട്ടയാടാനുള്ളൊരു വഴി അവിടെ ഉണ്ടാവുകയും അത് വലതുപക്ഷം, തീവ്ര വലതുപക്ഷം എന്നൊക്കെ പറഞ്ഞ് അതിനെ അങ്ങ് മാറ്റിക്കൊണ്ട് അത് പറയുന്ന ആളുകളെ വേട്ടയാടാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്ന ഒരു അവസ്ഥ. ഇതിപ്പോൾ ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമല്ല, ലോകത്ത് മുഴുവൻ നടക്കുന്ന കാര്യമാണ്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഈ ഗ്രൂമിങ് ഗ്യാങ് എന്ന് പറയുന്ന ഒരു വിഷയം, അത് UK കാലങ്ങളായിട്ട് 90s മുതൽ 95 ഒക്കെ മുതൽ തുടങ്ങിയ ഒരു വിഷയമാണ്. പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഡ്രഗ് കൊടുത്തും അല്ലാതെയും അവരെ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യുക. ചെറിയ പെൺകുട്ടികൾ 10 വയസ്സും 13 വയസ്സുള്ള കുട്ടികൾ, അത് കാഫിറുകളായിട്ടുള്ള പെൺകുട്ടികളെ അങ്ങനെ ഉപയോഗിക്കാം എന്ന ഒരു ധാരണ അത് വെച്ചു പുലർത്തുന്ന പാകിസ്ഥാനി ഒറിജിൻ ആയിട്ടുള്ള ആളുകളായിരുന്നു അതിൻ്റെ പിന്നിൽ എന്ന് കണ്ടെത്തുകയും അത് പറയുമ്പോൾ അത് പറയാൻ പാടില്ല, അത് പറഞ്ഞാൽ അത് മുസ്ലിങ്ങൾക്ക് വേദനിക്കും എന്ന് പറഞ്ഞ് മിണ്ടാതിരുന്നിട്ട് ഏതാണ്ട് 2000-ഓളം പെൺകുട്ടികളെ കൊലയ്ക്ക് കൊടുക്കുന്ന ഒരവസ്ഥ ഉണ്ടായപ്പോൾ ഇപ്പോൾ അത് പറഞ്ഞ ആള് ഇന്ന് ജയിലിലാണ്, ടോമി റോബിൻസൺ. അപ്പോൾ UK പി സി ജോർജ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമുക്കിപ്പോൾ ഈ വ്യക്തികൾ പറയുന്നത് 100% നമുക്ക് യോജിപ്പോ വിയോജിപ്പോ ഒന്നും അല്ല ഇവിടുത്തെ വിഷയം. പറഞ്ഞതിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ ഇതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞ വ്യക്തിയെ അവിടെ ക്രൂശിക്കുന്നു. ഇതാണ് നമ്മളവിടെ കാണുന്നത്. നമ്മുടെ നാട്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, ഈ ലവ് ജിഹാദ് എന്നുള്ള വാക്കൊരു തെറ്റിദ്ധരിപ്പിക്കൽ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെയും തുടക്കത്തിൽ അതിന് ഡിഫൈൻ ചെയ്ത് വന്ന സമയത്തൊരു തെറ്റിദ്ധാരണ ഉണ്ടായി എന്നാണ് ഞാൻ പറയാം. അതായത് പ്രണയം നടിച്ചുകൊണ്ട് അവരെ മതം മാറ്റത്തിന് വിധേയരാക്കാൻ വേണ്ടിയിട്ട് പ്രണയം നടിക്കുക. പ്രണയം എന്ന് പറയുന്ന സംഗതി ഇസ്ലാമിൽ ഹറാമാണ്. ലവ് എന്ന് പറയുന്ന സാധനം ഇസ്ലാമിൽ ഹറാമാണ്. നിങ്ങൾക്ക് ഒരു പെൺകുട്ടിയെ കണ്ട് പ്രണയിച്ച് വിവാഹം ചെയ്യുക എന്ന് പറയുന്ന ഒരു സംവിധാനം ഇസ്ലാമിലില്ല. പക്ഷേ മതത്തിലേക്ക് ആളെ കൂട്ടുക എന്ന ജിഹാദ്, ഇവിടെ ജിഹാദിനെ വലിയ കൊണാൻഡ്രം ഡെഫിനേഷനൊക്കെയാണ് വെച്ചത്. അതിലേക്ക് ഞാൻ വരാം, എനിക്ക് ഒന്ന് പഠിപ്പിച്ചു തരേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ആ സാധനത്തെ ഉപയോഗിച്ചുകൊണ്ട് മതത്തിൻ്റെ വലിപ്പം കൂട്ടാൻ വേണ്ടിയിട്ട്
എല്ലാ മതങ്ങളും ചെയ്യാറുണ്ട്. ക്രിസ്ത്യാനിറ്റി മതം പരിവർത്തനം നടത്താറുണ്ട്, അതിന് വേണ്ടിയിട്ട് ചെയ്യാറുണ്ട്, പൈസ കൊടുക്കാറുണ്ട് ഒക്കെ നമ്മളിവിടെ പറയുമ്പോഴും ഇന്നും ഇസ്ലാമിൽ ഇങ്ങനെ ഒരു വഴി കൂടി അവര് അതൊക്കെ ഞാൻ പറഞ്ഞുതരാം അതൊന്ന് വ്യക്തമാക്കാമോ? അത് വളരെ വ്യക്തമാക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ പറയുന്നത് അങ്ങനെ ഒരു സാധനമായിരിക്കെ ഈ മതപരിവർത്തനത്തിന് വേണ്ടിയിട്ട് മനുഷ്യനും തമ്മിലുള്ള വളരെ പരിഭാവനം എന്ന് നമ്മൾ കാണുന്ന വളരെ സീക്രട്ട് ആയിട്ട് വളരെയധികം കെയർഫുള്ളി ഹാൻഡിൽ ചെയ്യുന്ന ഒരു ബന്ധം എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്നേഹബന്ധം എന്നൊക്കെ പറയുന്ന വിഷയത്തെ അത് മതപരിവർത്തനം വേണ്ടിയിട്ടുള്ള ഒരു വഴിയാക്കി മാറ്റുന്നു. അവിടെയാണ് ഞാൻ ഈ വാക്കിനോട് വിയോജിക്കുന്നത്. കാരണം ലവ് ജിഹാദ് എന്ന് പറയുമ്പോൾ അത് ഈ പ്രണയിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ളൊരു ചൊവ്വയോ അതല്ലെങ്കിൽ അതിനുശേഷം വേറെ എന്തോ നടക്കുന്നു എന്നുള്ള രീതിയിലേക്ക് പോകുമ്പോൾ ഞാനവിടെ പറയുന്നത് കൺവേർഷൻ ജിഹാദ് അല്ലെങ്കിൽ മാരേജ് ജിഹാദ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് ഒരു ഇരയാണ് വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഇരയുടെ പിന്നാലെ പോട്ടെ. ഇവിടെ ഇര എവിടെ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഇവിടെ കമല സുരയ്യ എന്തിൻ്റെ ഇരയായിരുന്നു നിങ്ങൾ പറയാ? ആരായിരുന്നു അതിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നതെന്ന് നിങ്ങൾ പറയാ? അവരതിൻ്റെ ഇരയല്ലായിരുന്നു എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അവർ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ അങ്ങനെ ഒരു സംഭവം ഉണ്ട്, എന്നെ ചതിച്ചതാണ്, സമദാനിയും കൂട്ടരും കൂടിയിട്ട് ചതിച്ചതാണ് എന്നൊക്കെ പറയുന്നത് അവർ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളോട് ഉണ്ടായിരിക്കെ നിങ്ങൾക്ക് അതെങ്ങനെ നിഷേധിക്കാൻ കഴിയുന്നത്? അതിൻ്റെ ഇരയാണ് അവർ. ലവ് ജിഹാദ് എന്നോ ഇനി കൺവേർഷൻ ജിഹാദ് എന്ത് തന്നെ വിളിച്ചാലും അതിൻ്റെ ഇരയാണ് ഈ കമല സുരയ്യ എന്ന് പറയുന്ന ആ വ്യക്തി. അതിനെ മറികടന്നുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് അത് പറയാൻ സാധിക്കുന്നത്? ഒന്നത്. ഇനി ഈ ലവ് ജിഹാദ് എന്ന് പറയുമ്പോൾ ഇവിടെയും സൂചിപ്പിച്ച കൂട്ടത്തിൽ പറഞ്ഞു, അനിൽ നമ്പ്യാരും പറഞ്ഞു പോയൊരു കാര്യമാണ്, നേരെ അഫ്ഗാനിസ്ഥാനിലേക്ക് പോകുന്നു. അത് ഇതിൻ്റെ മറ്റൊരു വശമാണ്. അതിന് നിങ്ങൾ കല്യാണം കഴിക്കണമെന്നില്ല. ഇപ്പോൾ ഹാദിയ അവരുടെ വിഷയത്തിൽ ഞാൻ അഖിലയുടെ വീട്ടിൽ നേരിട്ട് പോവുകയും അന്വേഷിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ പറയാണ്, അവിടെ ഈ ലവും ഇല്ല കൺവേർഷനും ഇല്ല, ഒരു മണ്ണാങ്കട്ടയില്ല. അവിടെ നമുക്കത് പക്ഷേ ലവ് ജിഹാദ് എന്നുള്ള രീതിയിലാണ് നമ്മളുടെ മുന്നിലേക്ക് അത് അവതരിപ്പിക്കപ്പെട്ടത്. അവിടെയാണ് അതിൻ്റെ പ്രശ്നം കിടക്കുന്നത്. അതിനെ സത്യത്തിൽ നമ്മൾ പറയേണ്ടിയിരുന്നത് അത് ജിഹാദിന് പോകുന്നു എന്നാണ് നമ്മൾ പറയേണ്ടിയിരുന്നത്. അവിടെ ലവ് ആയിട്ട് ഒരു ബന്ധവുമില്ല. കാരണം എന്താണ്, അഖിലയെ സംബന്ധിച്ചിടത്തോളം അവൾ വിശ്വസിച്ചുകൊണ്ട് നടന്നിരുന്ന മതത്തേക്കാൾ വലിയൊരു മതമായിട്ട് ആളുടെ മുന്നിൽ ഇസ്ലാമിനെ അവതരിപ്പിച്ചു കൊടുക്കുകയും അങ്ങനെ ആ മതത്തിലേക്ക് ആകൃഷ്ടയാകുകയും അതിൻ്റെ പേരിൽ മതം മാറുകയും എന്നിട്ട് പിന്നെ ആ മതത്തിൻ്റെ അത്യുന്നതമായ ലക്ഷ്യം എന്ന് പറയുന്നത് ജിഹാദാണ്, സോ കോൾഡ് ജിഹാദ്. ആ ജിഹാദ് എന്താണ്? ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ പ്രയത്നിക്കുക എന്ന് പറയാം, അത് കൊല്ലുക എന്ന് തന്നെയാണ്. അപ്പോൾ ഇവിടെ എക്സ് മുസ്ലിങ്ങളോട് ഇരിക്കുന്ന ഈ ഒരു വേദിയിലൊക്കെ വന്നിരുന്നിട്ട് ജിഹാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മസംസ്കരണമാണ് എന്നൊക്കെ പറയാൻ ഉളുപ്പുണ്ടോ ജയരാജ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളൂ. അത് അറബി കുറച്ച് 10-12 വർഷം പഠിച്ചും അത് മനസ്സിലാക്കിയും ജിഹാദ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇസ്ലാമിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങിയിട്ട് ഈ ലേബലൊട്ടിച്ച് നടക്കുന്നത് എക്സ് മുസ്ലിം. അത് നിങ്ങൾക്കത് ഓർക്കാൻ വേണ്ടി തന്നെയാണ്, നിങ്ങൾ ഉറക്കത്തിൽ ഞെട്ടി എഴുന്നേക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ഈ എക്സ് മുസ്ലിം എന്ന പേരിട്ട് വെച്ചിരിക്കുന്നത്. ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ഖുർആനിൽ 9:73 നിങ്ങളെടുത്ത് വായിക്കാം. അതിനകത്ത് കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന ആ ഒരു സെന്റൻസ് തന്നെയുണ്ട്. എന്താണ് അതിൻ്റെ ആദ്യത്തെ ഭാഗം? യാ അയ്യുഹൻ നബിയു ജാഹിദുൽ കുഫാറ വൽ മുനാഫിഖീൻ എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? നിങ്ങളൊന്ന് പറഞ്ഞു തന്നാട്ടെ. അതിൽ ആ ജാഹിദുൽ കുഫാറ എന്ന് പറയുമ്പോൾ കാഫിറുകളോട് എന്ത് ചെയ്യണം? അവരെ ഉമ്മ വെക്കണം എന്നാണോ എഴുതി വെച്ചിരിക്കുന്നത്? ഒന്ന് എനിക്ക് പഠിപ്പിച്ചു തരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ കുറേ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ നടത്തിയത് എന്താണ്? മൊത്തം കസറത്താണ് നടത്തിയത്. എന്താണ് ആ കസറത്ത്? ഒന്ന്, ഇവിടെ ഒരു എറ്റിമോളജിക്കൽ ഫാലസി നിങ്ങൾ കൊണ്ടുവന്നു. എന്താണ് ആ ഫാലസി? ന്യായവൈകല്യം എന്താണ്? ഈ ജിഹാദ് എന്നുള്ള വാക്കിന് പല അർത്ഥങ്ങളുണ്ട്, അത് ഓരോ കോണ്ടെക്സ്റ്റിലും ഓരോ അർത്ഥമുണ്ട്. ഇവിടെ ഈ പറയുന്ന കോണ്ടെക്സ്റ്റിൽ നിങ്ങൾ കാഫിറുകൾക്കെതിരെയും ഇതുപോലെ മതനിഷേധികൾക്ക് വിശ്വാസികൾക്കെതിരെ നിങ്ങൾ ജിഹാദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവരെ കൊന്നുകളയാന്നാണ് അതിൻ്റെ അർത്ഥം. അതേപോലെ ദീൻ മുഴുവൻ ഇസ്ലാമിൻ്റെ കീഴിലേക്ക് വരുന്നവരെ, ലോകം മുഴുവൻ ഇസ്ലാമിൻ്റെ കീഴിലേക്ക് വരുന്നത് വരെ നിങ്ങൾ യുദ്ധം ചെയ്യുക എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതേതാണ് യുദ്ധം? അതാണ് ജിഹാദ്. 9:123 നിങ്ങളെടുത്ത് വായിക്കുക. അപ്പോൾ ഇതേപോലെ ഖുറാനിലും ഹദീസിലും എല്ലാം എഴുതി വെച്ച് ബുക്ക് ഓഫ് ജിഹാദ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം തന്നെ ഉണ്ട്. പുസ്തകം എന്ന് പറഞ്ഞ ഒരു ഭാഗം തന്നെ ഉണ്ട് ഹദീസ് ഗ്രന്ഥങ്ങളിൽ. എന്താണ് അവിടെ പഠിപ്പിക്കുന്നത്? എങ്ങനെ ജിഹാദ് ചെയ്യാം, ജിഹാദിൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്താണ്, ജിഹാദിൽ നിന്ന് വിട്ടു നിന്നാൽ എന്താണ് അതിൻ്റെ പ്രശ്നങ്ങൾ, ഇതെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിയിട്ടല്ലേ നമ്മൾ മൗദൂദി സാഹിബ് നമുക്ക് കിതാബ് എഴുതി തന്നത്? അത് വെച്ചിട്ടല്ലേ ഇവിടെ ജമാഅത്ത് ഇസ്ലാമി റൺ ചെയ്യുന്നത്? ഇവിടെ ഹമാസിൻ്റെ ചാർട്ടറിൽ അവർ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഫ്രീ പാലസ്തൈൻ. ഓക്കെ, അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അവിടെ നമ്മൾ ജൂതന്മാരെ, ഇസ്രായേലിനെ ഇല്ലായ്മ ചെയ്യണം, ഉന്മൂലനം ചെയ്യണം, അനൈലൈറ്റ് ചെയ്യണം. അതിനെ ആര് അനൈലൈറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? അത് ഇസ്ലാം അനൈലൈറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് അവരെടുത്തിരിക്കുന്ന വഴി എന്താണ്? അത് ജിഹാദാണ്. അവരുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന സാധനമാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കെ കണ്ണടച്ചിരുട്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ന്യായവൈകല്യങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇവിടെ നടത്തുന്ന ഈ തരത്തിലുള്ള ഈ ശ്രമങ്ങൾ ഇത് നടത്തുന്ന ആളുകളെ നമ്മൾ കൊണാണ്ട്രം എന്ന് തന്നെയാണ് വിളിക്കുക. നിങ്ങൾ വേറെ എന്ത് പേരിട്ട് നിങ്ങൾ വേണേൽ വിളിച്ചോ, നമുക്ക് അങ്ങനെ വിമൽ കുമാർ എന്ന് വിളിക്കാൻ കഴിയില്ല. ഒന്നത്. ഇനി ഇവിടെ ഈ പറയുന്ന രണ്ടാമത്തെ ഒരു പണി നിങ്ങൾ ഒപ്പിച്ചത് ഇത് എവിടെയുള്ളത് എന്ന് ചോദിച്ചുകൊണ്ട് കണക്ക് എവിടെയെന്ന് ചോദിക്കുന്നു. ഇത് നിങ്ങൾ
കണ്ണു തുറന്ന് കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. കമല സുരയ്യയുടെ വിഷയം നിങ്ങൾക്ക് എന്താ അതിനകത്ത് അത് ലവ് ജിഹാദ് അല്ല അല്ലെങ്കിൽ കൺവേർഷൻ ജിഹാദ് അല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കാത്തതുകൊണ്ട് പറഞ്ഞേ ഇദ്ദേഹത്തിന്റെ MLA തന്നെ പഴയ MLA ജോർജ് തോമസ് അദ്ദേഹത്തിന് തുറന്നു പറഞ്ഞാണ് അതിനെതിരെ പാർട്ടി നടപടിയെടുത്തു. അതെ. ഇനി അതുകൂടാതെ ഇപ്പം ഞാൻ എൻ്റെ ചാനലിൽ ഒരു പരിപാടി നടത്താറുണ്ട്. അതിനകത്തേക്ക് എത്ര സ്ത്രീകൾ വിളിക്കുന്നു, ഇതിൻ്റെ ഇരകളായിട്ടുള്ള ആളുകൾ വിളിക്കുന്നു. അതിൽ ചില ആളുകൾക്ക് ഇത് അറിയില്ല. നമ്മൾ ഈ പത്രങ്ങളിലൂടെ കാണുന്ന കാര്യങ്ങൾ വിശ്വസിച്ച് അവർ ഫേസ് ചെയ്തത്. ഡോക്ടർ ജയരാജ് ഫ്രീ ആണെങ്കിൽ നാളെ ആർഷവിദ്യാ സമാജത്തിലോട്ട് പോകാം നമുക്ക്. ഒരു സെക്കൻഡ്. അപ്പം അങ്ങനെയുള്ള ആളുകൾ നമ്മൾ വിളിച്ചിട്ട് നമ്മളോട് പറയുന്നതിൽ ഒരു വലിയ ശതമാനം ആളുകളും ഈ ലവ് ജിഹാദിലൂടെ പോയിട്ടുള്ള ആളുകളുണ്ട്. ഈ കേരള സ്റ്റോറി മൂവി വന്ന സമയത്ത് അതിൻ്റെ മേക്കിങ്ങും അതിനകത്ത് മലയാളം സംസാരിച്ചതിൻ്റെ ശൈലിയും ഇതൊന്നും അല്ല എൻ്റെ വിഷയം. അതിനകത്ത് കൃത്യമായിട്ട് ഈ ജിഹാദ് എന്ന് പറയുന്ന വിഷയത്തെ അവിടെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഈ പ്രണയത്തെ ഉപയോഗിക്കുന്നത് അതിനകത്ത് ചിത്രീകരിച്ചിട്ടുണ്ട്. അത് ഇവിടെ നടക്കുന്ന കാര്യമാണ്. അത് നമ്മളെ കേരളത്തിൽ നിന്ന് മാത്രമല്ല ലോകത്ത് പലയിടങ്ങളിലും നടക്കുന്ന കാര്യമാണ്. നിങ്ങൾക്ക് ആ സിനിമ കാണുമ്പോൾ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ വേറെ മികച്ച സിനിമകൾ വേറെ ഉണ്ട്. കാലിഫേറ്റ് എന്ന് പറയുന്ന ഒരു സീരീസ് തന്നെ ഉണ്ട്, പോയിരുന്ന് കാണുക. അത് പിന്നെ സംഖ്യ എടുത്തതാണെന്നുള്ള ടെൻഷനൊന്നും നിങ്ങൾക്ക് ഇല്ലാതെ തന്നെ ഇരുന്ന് കാണാൻ പറ്റും. നിങ്ങൾ പോയിരുന്ന് കാണുക. എങ്ങനെയാണ് എഡ്യൂക്കേഷണൽ സെറ്റിങ്സിൽ ഇതുപോലുള്ള ക്ലോസ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ ഈ മതം തിരികൊണ്ട് ആളുകളെ മതത്തിലേക്ക് എങ്ങനെയാണ് അടുപ്പിക്കുന്നത്, അവരെ പ്രണയം നടിച്ച് എങ്ങനെയാണ് അതിലേക്ക് കൊണ്ടുപോകുന്നത്, എന്നിട്ട് കല്യാണം കഴിക്കുന്നത് എങ്ങനെ, അതൊരു വശം. ഇനി അതിനൊക്കെ ശേഷം ഹാദിയയ്ക്കൊക്കെ സംഭവിച്ചതുപോലെ മതത്തിലേക്ക് ആകൃഷ്ടത സൃഷ്ടിച്ചതിന് ശേഷം അതിനുശേഷം അവരെ അങ്ങോട്ടേക്ക് എത്തിക്കുന്ന ഒരു ഘട്ടം വരുമ്പോൾ സ്ത്രീ യാത്ര ചെയ്യുമ്പോൾ ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ ആരെങ്കിലും ഒന്ന് പിടിച്ച് കെട്ടിക്കണം എന്ന് വരുമ്പോൾ, അല്ലെങ്കിൽ അവളെ ആരെങ്കിലും തടയുന്നു എന്ന് വരുമ്പോൾ അവളെ ഉടനെ ഒരു പുരുഷൻ്റെ കീഴിലേക്ക് കൊണ്ടുവരിക എന്നൊരു ഉദ്ദേശത്തിൽ ഏതെങ്കിലും നാട്ടിൽ കൂടെ പോകുന്ന ഒരു ജിഹാദീനെ പിടിച്ച് അങ്ങ് കെട്ടിക്കും. ഇതാണ് അഖിലയുടെ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇതാണ് അവിടെ സംഭവിച്ചത്. അല്ലാതെ ഈ പറയുന്ന ഷെഫീൻ ജഹാനുമായിട്ട് എന്ത് പ്രണയമാണ് അഖിലയ്ക്ക് ഉണ്ടായിട്ടുള്ളത്? കല്യാണം കഴിക്കുന്നതിൻ്റെ നേരം വെളുക്കുമ്പോഴാണ് ആൾ കാണുന്നത് പോലും. ഇപ്പം അതുമില്ലല്ലോ. അതുമില്ല, അത് അവിടെ ഇട്ടിട്ട് പോയി. അതെ. അപ്പൊ ഇങ്ങനെയുള്ള സംഗതികൾ ഇവിടെ ഉണ്ടായിരിക്കുക. ഈ യാഥാർത്ഥ്യങ്ങളെ കുഴിച്ചു മൂടിക്കൊണ്ട് ജിഹാദ് എന്ന് പറയുന്ന വാക്കിനെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അതിലേതെങ്കിലും ഒരു മൂലയിലിരിക്കുന്ന അർത്ഥത്തെ നിങ്ങൾ കൂട്ടുപിടിച്ചിട്ട് അതല്ല ഇത് എന്ന് പറഞ്ഞ ആളുകളെ പറ്റിക്കുന്ന പരിപാടി ഇനി നടക്കില്ല. ഒന്നാമത്തെ കാരണം അതിനെയൊക്കെ എക്സ്പോസ് ചെയ്യാൻ പറ്റുന്ന ഈ അറബി വാക്ക് പറഞ്ഞാൽ മനസ്സിലാകുന്ന എക്സ് മുസ്ലിങ്ങൾ ഇവിടെ ഉണ്ട്, ഞാനൊക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ കാര്യം. അതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അഹങ്കാരമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ കൂട്ടിക്കോ. ഈ ഇടതുപക്ഷം കാലങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ഈ തെറ്റിദ്ധരിപ്പിക്കൽ ശ്രമം അത് നമുക്കിവിടെ അനുവദിക്കാൻ കഴിയില്ല. ഈ ജിഹാദ് എന്ന് പറയുന്ന സംഗതിയും ഈ കൺവേർഷൻ ജിഹാദ് എന്ന് പറയുന്ന സംഗതി രണ്ടാണ്. ജിഹാദിലേക്ക് പോകുന്ന വേളയിൽ, സ്ത്രീകൾ പോകുന്ന വേളയിൽ അവർക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുമ്പോൾ അവിടെ പലപ്പോഴും ഇതുപോലെ ഒരു കല്യാണം നടക്കുന്നുണ്ട്. അത് ഈ പറയുന്ന കൺവേർഷൻ ജിഹാദുമായിട്ട് നമ്മൾ മിക്സ് ചെയ്യാൻ പാടില്ല എന്നതാണ് ഞാൻ പറഞ്ഞു വെക്കാറുള്ളത്. കൺവേർഷൻ ജിഹാദ് അത് കമല സുരയ്യയ്ക്ക് സംഭവിച്ച പോലെയുള്ള വിഷയങ്ങൾ അത് വേറെ തന്നെയാണ്. അത് അങ്ങനെ തന്നെ നമുക്ക് കാണാനും അത് അഡ്രസ്സ് ചെയ്യാനും സാധിക്കണം. നിങ്ങൾക്ക് ഈ ഇതിൽ സംഭവിക്കുന്ന പ്രശ്നം എന്താണ്? ഒരു ഹിന്ദുവിനും ഒരു മുസ്ലിമുമായിട്ടുള്ള വ്യക്തികൾക്ക് ഇന്ന് സമാധാനത്തോടുകൂടി പ്രണയിക്കാനോ അവർക്ക് കല്യാണം കഴിക്കാനോ പറ്റാത്തൊരവസ്ഥയായി എന്നുള്ളതാണ് ഇന്ന് നാട്ടിലെ കുഴപ്പമെന്ന് പറയുന്നത്. പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നോ? ഇവിടെ ഷാറൂഖ് ഖാനും മറ്റ് പല ആളുകളും അങ്ങനെ കല്യാണം കഴിച്ചിട്ടില്ലേ? പക്ഷെ ഇന്നൊരാൾക്ക്, ഒരു സാധാരണക്കാരൻ അങ്ങനെ ഒരു കല്യാണം കഴിക്കണമെന്ന് വെച്ചാൽ അവൻ ലവ് ജിഹാദ് അല്ല ഉദ്ദേശിച്ചത് എന്ന് തെളിയിക്കേണ്ട ഒരു ബാധ്യത വന്നത് എങ്ങനെയാണ്? അത് ആരാ വഴി വെച്ചത്? അതിന് സംഘീകരണം ഉണ്ടെങ്കിൽ കയറിയിട്ട് എന്താ കാര്യം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതിന് വഴി വെച്ചത് ഇവിടുത്തെ ഈ പറയുന്ന കൂട്ടം ജിഹാദികൾ തന്നെയാണ്. അതിനെ ജിഹാദ് എന്ന് നമ്മൾ വിളിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. അത് ഇവിടെ തിരുത്തണം. അത് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ മുന്നോട്ട് വരുമ്പോൾ അയാളെ ക്രൂശിച്ചുകൊണ്ട് അയാളെ കല്ലെറിഞ്ഞുകൊണ്ട് ഈ വിഷയമില്ലാതെയാവുന്നില്ല. നിങ്ങൾക്ക് പ്രതികരിക്കുകയോ പ്രതികരിക്കാതിരിക്കുകയോ ആവാം. അതെ, പ്രതികരിക്കാതിരിക്കുകയോ ആകാം. പക്ഷെ വിഷയമില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ അതിനോട് നമുക്ക് ഇനി യോജിക്കാൻ കഴിയില്ല. ഇനി നിങ്ങൾ എത്ര കാലം വിയോജിച്ച് നിന്നാലും ശരി, നിങ്ങൾ അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞു നിന്നാലും ശരി, നിങ്ങളുടെ പെൺമക്കളെയും തട്ടിക്കൊണ്ട് ഇതാരെങ്കിലും ഈ വഴിക്ക് കൊണ്ടുപോകുന്ന ഒരു ഘട്ടത്തിലെങ്കിലും നിങ്ങൾ തിരിച്ചറിയും. അത്രേ എനിക്ക് പറയാനുള്ളൂ. അത് ലവ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ് ഇതുപോലുള്ള ഭീഷണികളിൽ ഇടവകകൾ അംഗങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ബോധവൽക്കരണം കൊടുക്കുന്നുണ്ടോ? അത് ഇഫക്റ്റീവായിട്ട് നടപ്പാക്കാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ PC ജോർജിനെ പോലുള്ളവർ പ്രതികരിക്കുന്നത് ഇഷ്ടപ്പെടാത്ത ഒരു വിഭാഗം ഉദ്ദേശിക്കുന്നത് ഒരു കാരണവശാലും ഇത്തരം ഭീഷണികളിൽ നിന്നും ഇതര മതസ്ഥ രക്ഷപ്പെട്ടു പോവരുത് എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയായിരിക്കില്ലേ? അതായത് ഞങ്ങൾ ഈ ലഹരി വിരുദ്ധ സമ്മേളനം വിളിച്ചു കൂട്ടിയതിൻ്റെ പ്രഥമമായ ലക്ഷ്യം തന്നെ ഈ ലഹരി ഉപയോഗിക്കുന്ന അനവധി യുവജനങ്ങൾ, മുതിർന്നവർ, അങ്ങനെയുള്ള കുട്ടികൾ, അങ്ങനെയുള്ളവർ ഞങ്ങളുടെ ഈ രൂപത അതിർത്തിക്കുള്ളിൽ ഉണ്ട് എന്നുള്ള ഒരു സത്യം തിരിച്ചറിഞ്ഞിട്ടാണ്. അപ്പോൾ PC ജോർജ് എന്ന് പറയുന്ന വ്യക്തി യഥാർത്ഥത്തിൽ അരുവിത്തുറ ഇടവക അംഗമാണ്. അതുപോലെ തന്നെ ഈ പാലാരൂപതയ്ക്കുള്ളിലുള്ള അധികാരം കൈയാളുന്ന അല്ലെങ്കിൽ
ഈ വലിയ തിന്മയ്ക്കെതിരെ നിയമയുദ്ധം ചെയ്യാൻ പറ്റുന്നവരും അല്ലെങ്കിൽ അധികാരം ഉപയോഗിക്കാൻ പറ്റുന്നവരുമായ എല്ലാവരെയും ഉൾച്ചേർത്തുകൊണ്ടുള്ളൊരു മീറ്റിംഗ് ആയിരുന്നു ഇത്. ഇവിടെ ഈ മീറ്റിങ്ങിൻ്റെ പ്രത്യേകത ഞങ്ങൾക്കറിയാമല്ലോ, നമുക്ക് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അറിയാം. സഭയെ സംബന്ധിച്ചിടത്തോളം പട്ടാളമില്ല, പോലീസില്ല, ആ വിധത്തിലുള്ള ഒരു സിവിൽ അധികാരം ഇല്ല. അതുകൊണ്ട് തന്നെ ഈ പ്രദേശം ഭരിക്കുന്നവരായിട്ടുള്ള MP-മാർ, MLA-മാർ, മന്ത്രിമാർ, അതുപോലെ തന്നെ കലാലയങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രിൻസിപ്പൽമാർ, ഹെഡ് മാസ്റ്റർമാർ, അതുപോലെ തന്നെ അവരോട് കൂടെ നിൽക്കുന്ന വളരെ ഗൗരവത്തിൽ അവരോട് കൂടെ നിൽക്കുന്ന PTA പ്രസിഡന്റുമാർ, ഇവരെല്ലാവരുടെയും സംഘാതമായ ഒരു പ്രവർത്തനം ഇന്ന് ഈ പാലാരൂപതയ്ക്കുള്ളിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളിലും നമ്മുടെ യുവജനങ്ങളിലും ഒക്കെ നടക്കുന്ന ഈ ഭ്രംശത്തിനെതിരെ പോരാടുവാൻ ഇവരെല്ലാം ആവശ്യമുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ പ്രധാനമായിട്ട് ഈ കാലഘട്ടത്തിൽ ഉയർന്നു നിൽക്കുന്ന ഈ ലഹരികളുടെ ഉപയോഗം കൊണ്ടുള്ള വലിയ പ്രശ്നമായതുകൊണ്ട് ആ ഒരു ലേബലാണ് ഞങ്ങൾ ഈ മീറ്റിങ്ങിൽ പ്രധാനമായിട്ട് എടുത്തതെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, PC ജോർജ് സ്വതസിദ്ധമായ ശൈലിയിൽ അദ്ദേഹം പല കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ഇത് കുടുംബങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്, മാതാപിതാക്കൾ ശ്രദ്ധിക്കാനുണ്ട്, കലാലയങ്ങളിൽ ശ്രദ്ധിക്കാനുണ്ട്, പല വിധത്തിൽ നമ്മളുടെ യുവജനങ്ങളുടെ കുട്ടികൾ നമുക്ക് കൈമോശം വരുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണമെന്നുള്ളതാണ്. ഏതായാലും ഈ പല വിധത്തിൽ ഈ രൂപതയിൽ നിന്ന് പെൺകുട്ടികൾ, അതുപോലെ തന്നെ ഈ ലഹരി മരുന്നിന് അടിമപ്പെട്ട് ആൺകുട്ടികളും പെൺകുട്ടികളും നഷ്ടപ്പെടുന്നു എന്നുള്ള വേദനാജനകമായ ഭയം ജനിപ്പിക്കുന്ന ആ ഒരു വസ്തുത അറിയാവുന്നത് കൊണ്ട് ഞങ്ങളുടെ ഇടവകകളിലും ഞങ്ങളുടെ രൂപതയിലും ഫൊറോനകളിലും രൂപത മുഴുവനായും ഒക്കെ ഈ കാര്യങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണം ഞങ്ങൾ നടത്തുന്നുണ്ട്. നടത്താതിരിക്കാൻ വയ്യ. ഇറ്റ് ഈസ് അവർ റൈറ്റ്. അത് അഭ്യന്തര മെത്രാനച്ചൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തമാണ്. തൻ്റെ അജഗണത്തിൻ്റെ ഉള്ളിലുള്ളവർ നശിച്ചു പോകരുതെന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്. അതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാ മേഖലകളിലും ഈ കാര്യത്തിൽ വളരെ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. കാരണം അതുകൊണ്ട് രൂപതയിൽ നിന്ന് അസംഖ്യം ആളുകൾ കൈമോശം വന്നതുകൊണ്ടാണല്ലോ ഇത് ഗൗരവമായിട്ട് ഞങ്ങൾ എടുക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു മേഖലയിൽ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. നടത്താതിരിക്കാൻ പറ്റും. ഞങ്ങൾ ആരെയും അറ്റാക്ക് ചെയ്തുകൊണ്ടല്ല. ഞങ്ങളുടെ കുട്ടികൾ, ഞങ്ങളുടെ യുവജനങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, ചതിയിൽപ്പെടാതിരിക്കാൻ അവരെ ബോധവൽക്കരിക്കുക എന്നുള്ള ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ആ മാതാപിതാക്കൾ എന്നുള്ള നിലയിൽ, സംരക്ഷകരെന്നുള്ള നിലയിൽ ഞങ്ങളത് ചെയ്യുന്നുമുണ്ട്. ഓക്കെ, കെവിൻ പീറ്റർ, ഡോക്ടർ ജയരാജിൻ്റെ ചില പരാമർശങ്ങൾ, അതിന് കൃത്യമായിട്ടുള്ള വിശദീകരണം ആരിഫ് ഹുസൈൻ കൊടുത്തിട്ടുണ്ട്. താങ്കളും ചില സംശയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഇപ്പോൾ അദ്ദേഹത്തെ അറിയിക്കാം. അതിനുശേഷം ഡോക്ടർ ജയരാജിലേക്ക് പോകാമെന്ന് കരുതുന്നു ഞാൻ. ജയരാജ് സാറ് പറഞ്ഞത് ജിഹാദിനെ കുറിച്ച് പറഞ്ഞു. അത് ആരിഫ് ഹുസൈൻ പറഞ്ഞതാണ് എന്റെ കൃത്യമായത്. ജയരാജ് സാർ പറഞ്ഞതൊന്നും അല്ല അതിന്റെ അർത്ഥം. അത് വിശുദ്ധ യുദ്ധം എന്നുള്ള ധനം കൊണ്ടും ദേഹം കൊണ്ടും പ്രവൃത്തി കൊണ്ടും അമുസ്ലിങ്ങളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഏതൊരു മാർഗവും ഉപയോഗിക്കാം. വാൾ ഉപയോഗിക്കാം, പ്രണയം ഉപയോഗിക്കാം, മയക്കുമരുന്ന് ഉപയോഗിക്കാം, നിയമം ഉപയോഗിക്കാം, മറ്റെന്തും ഉപയോഗിക്കാം. അതിനാണ് ജിഹാദ് എന്ന് പറയുന്നത്. അല്ലാതെ താങ്കൾ പറയുന്നത് പോലെയൊന്നും അല്ല ജിഹാദിന്റെ അർത്ഥം. പിന്നെ ഈ ഇതിനേക്ക് പ്രണയത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു. താങ്കൾ ഭയങ്കരമായിട്ട് പെന്തക്കോസ്തുകാരുടെ കാര്യവും ഹിന്ദു യുവാക്കളും ക്രിസ്ത്യൻ യുവാക്കളും ഒക്കെ മുസ്ലിം പെൺകുട്ടികളെ കെട്ടുന്ന കാര്യമൊക്കെ പറഞ്ഞു. ശരിയാണ് സാറേ, അങ്ങനെയൊക്കെ ഉണ്ട്. അനശ്വരമായ ആത്മാർത്ഥ പ്രണയങ്ങൾ ഇവിടെ ഉണ്ട്. മുസ്ലിം യുവാക്കളുടെ കാര്യത്തിലുണ്ട്. ഇപ്പൊ ആരിഫ് ഹുസൈൻ പറഞ്ഞ പോലെ അത്തരക്കാരൊക്കെ ഉള്ള സംശയത്തിന്റെ കെണിയിൽ എത്തിച്ചത് ഈ ഒരു സമുദായത്തിലെ ഒരു വിഭാഗം ആളുകളാണ്. നിങ്ങൾ എന്ത് പറയുമ്പോഴും അത് മുസ്ലിം സമുദായത്തിനെതിരാണെന്ന് വരുത്തി തീർക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. ഈ PC ജോർജ് പറയുന്നതും ഞങ്ങൾ എല്ലാവരും പറയുന്നതും മുസ്ലിം സമുദായത്തെ മൊത്തത്തിലല്ല, ആ സമുദായത്തിൽ തന്നെ പുഴുക്കുത്തുകളായിട്ടുള്ള ഒരു വിഭാഗം വരുന്ന തീവ്ര ചിന്താഗതിക്കാരായ മതമൗലികവാദ ഭീകരവാദ രാജ്യദ്രോഹികൾക്ക് എതിരെയാണ്. അത് നിങ്ങൾ ആദ്യം മറക്കുക. അതുപോലെ തന്നെ സാറ് ആദ്യം പോയിട്ട് EMSന്റെ കൊച്ചുമോളുടെ അവസ്ഥ എന്താണെന്ന് ജയരാജ് സാർ ഒന്ന് തിരക്കണം. ഹിന്ദു യുവാക്കൾ മുസ്ലിം പെൺകുട്ടികളെ കെട്ടാറുണ്ട്, ക്രിസ്ത്യൻ യുവാക്കൾ മുസ്ലിം പെൺകുട്ടികളെ കെട്ടാറുണ്ട്. അവരുടെ മാതാപിതാക്കൾ തിരക്കി ചെന്നാൽ അവരുടെ വീടുകളിൽ ഉണ്ടാവും. ഇനി വീട്ടിൽ കയറ്റാത്തതുകൊണ്ട് ഏതെങ്കിലും വാടക വീട്ടിലാണ് താമസിച്ചെങ്കിൽ അവർ കാണിച്ചു തന്നാൽ ആ വാടക വീട്ടിലുണ്ടാവും. വാട്സപ്പിലൂടെ 3 പ്രാവശ്യം നിന്നെ ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു എന്ന് ഇവരാരും മെസ്സേജ് അയക്കാറില്ല സാറേ. സ്വാഭാവികമായിട്ട് കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന അല്ലറ ഇല്ലറ കുടുംബ പ്രശ്നങ്ങൾ അല്ലാതെ അവരുടെ ഒന്നും ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. മിക്കവാറും 2 കൂട്ടരും 2 മതങ്ങളെയും ഉൾക്കൊള്ളുന്നവരായിരിക്കും. സ്വാഭാവിക പ്രശ്നങ്ങളല്ലാതെ അവരുടെ പ്രശ്നങ്ങളിൽ ഒന്നും ഉണ്ടാവില്ല. ഇത് അതുപോലെ അല്ല സാറേ. സാറൊന്ന് മൊത്തത്തിൽ നോക്കണം. സാർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, രാവിലെ ഞാൻ ഒരു സ്ത്രീയുമായിട്ട് ഒരു ചാനലിൽ ഒരു തർക്കമുണ്ടായി.
അപ്പൊ അവള് ഒരാളെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അവളുടെ ഒന്നും മുന്നിലേ ഇവരുടെ ഒന്നും മുന്നിലേ അയൽക്കൂട്ടത്തിലെ പെണ്ണുങ്ങൾ അടികൂടുന്ന പോലെ ഒച്ചയും മുളവുണ്ടാക്കുന്ന സ്ത്രീയുടെ ഇതിൽ വീണുകൊണ്ട് അവർക്കൊന്ന് തെളിവായിട്ട് ഒരാളുടെയും ഡീറ്റെയിൽ കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷെ അതുകൊണ്ടാണ് ഞാനത് നിശബ്ദത പാലിച്ചത്. മാധ്യമങ്ങൾക്ക് ഡീറ്റെയിൽ കൊടുക്കേണ്ട കാര്യമില്ല. മാധ്യമങ്ങളല്ല ഇവിടുത്തെ ജഡ്ജിമാർ. ഇവിടുത്തെ നിയമം, നമ്മൾ നികുതി കൊടുക്കുന്നത് മാധ്യമങ്ങൾക്കല്ല, ഗവൺമെന്റിനാണ്. അപ്പോൾ ഒരു നികുതി കൊടുക്കുന്ന പൗരന്റെ മക്കളെ കുറിച്ച് പ്രശ്നമുണ്ടാകുമെന്ന് രണ്ട് സമുദായങ്ങൾ പറയുമ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തയ്യാറാകേണ്ടത് ഗവൺമെന്റ് ആണ്, അല്ലാതെ മാധ്യമങ്ങളല്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നിശബ്ദനായത്. ഇപ്പൊ എനിക്ക് ജയരാജ് സാറിനോട് പറയേണ്ട കാര്യം, എനിക്ക് രാഷ്ട്രീയമോ മതമോ ഒന്നുമില്ലായിരുന്നു. എനിക്ക് എന്റെ കുടുംബം, എന്റെ ജോലി, എന്റെ ഹോബികളുമായിട്ട് നടന്ന ഒരു സാധാരണക്കാരനായിരുന്നു ഞാൻ. പാവമായിരുന്നു. ഞാൻ ഇന്ന് ഇങ്ങനെയായി മാറിയത് എനിക്കുണ്ടായിരുന്ന ഒരേ ഒരു മകൾ ലവ് ജിഹാദിലൂടെ നഷ്ടപ്പെട്ടത് കൊണ്ടാണ്. ഈ പി സി ജോർജ് പറയുന്നതും സംഘപരിവാർ പറയുന്നതും ആരിഫ് ഹുസൈൻ പറയുന്നതും കാസ പറയുന്നതും മറ്റെല്ലാവരും സോഷ്യൽ മീഡിയയിൽ പറയുന്നതുമായ ലവ് ജിഹാദിൽ ഉണ്ടാകുന്ന ഓരോരോ സംഭവങ്ങളും എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞ ഒരാളാണ്. മനസ്സിലായോ? തീവ്രവാദ സംഘടനകളിൽ നിങ്ങളെപ്പോലുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരുടെ എന്താണ് നിലപാടെന്നത്, പോലീസിന്റെ നിസ്സഹായത, അതിനുശേഷം സംഭവിക്കുന്ന കാര്യങ്ങൾ, കൂട്ടുകാരികളായിട്ടുള്ള പെണ്ണുങ്ങളുടെ ഇതിനകത്തുള്ള പങ്കുകൾ, ഇതെല്ലാം ഞാൻ സ്വയം അനുഭവിച്ചറിഞ്ഞാണ് സാറേ. ജനജീവിയുടെ ഒരു ചാനലായതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അല്ലാതെ വേറെ ഒരുത്തിയുടെ മുമ്പിലും എനിക്ക് തെളിവ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതെന്റെ സ്വകാര്യ ദുഃഖം മാത്രമാണ്. അപ്പൊ സാറ് മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ഇവിടെ ഉണ്ട് സാറേ, ഉണ്ട്. അല്ലാതെ നിങ്ങൾ ഈ വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കാനായിട്ട് ഇതൊന്നും ഇല്ല എന്ന് പറയരുത് സാറിന്. ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. 2012 ജൂൺ ലക്കത്തിൽ കലാകൗമുദി വാരിക ഒരു ആഴ്ചപ്പതിപ്പിന്റെ കവർ പേജ് ഒരു കഴുകന്റെ പടത്തോടു കൂടി അവരൊരു സ്പെഷ്യൽ ലക്ക ഇറക്കി. എന്തായിരുന്നു അതിന്റെ ഹെഡിങ് എന്നറിയാവോ? കേരളത്തെ തകർക്കാൻ ലവ് ജിഹാദും മതം മാറ്റം കള്ളപ്പണം. മെയിൻ ഹെഡിങ് അതായിരുന്നു. സബ് ഹെഡിങ് ഒരു മാസം മതം മാറുന്നത് 180 പെൺകുട്ടികൾ എന്നായിരുന്നു. അതിലവർ വ്യക്തമായ കണക്ക് പറയുന്നുണ്ട്. 3 വർഷം കൊണ്ട് 3902 പേർ മതം മാറി. അത് ക്രിസ്തു മതത്തിൽ നിന്നും ഹിന്ദു മതത്തിൽ നിന്നും മതം മാറിയ പെൺകുട്ടികളുടെ കണക്കാണ് അവർ പറഞ്ഞിരിക്കുന്നത് 3 വർഷത്തിനുള്ളിൽ. അതിൽ 3815 പെൺകുട്ടികളും മാറിയിരിക്കുന്ന മുസ്ലിം സമുദായത്തിലേക്കാണ്. 100-നും 150-നും ഇടയ്ക്ക് പെൺകുട്ടികൾ ഒരു മാസം മതം മാറുന്നുണ്ടെന്ന് കലാകൗമുദി വാരിക ഇറക്കി. അത് ഉത്തരവാദിത്തം ആകില്ല. നിങ്ങൾ ആരെങ്കിലും കേസെടുത്തോ അവർക്കെതിരെ? പി സി ജോർജിനെതിരെ കേസ് എടുത്തില്ല സാറേ. എന്താണ് ചെയ്തതെന്ന് ജയരാജ് സാറിന് അറിയാവോ? ആ വാരിക ഇറങ്ങിയ ഉടനെ അതിലെ അപകടം മനസ്സിലാക്കിയ ഉടനെ ഓരോ ആൾക്കാർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ബസ് സ്റ്റാൻഡിൽ ഉൾപ്പെടെയുള്ള ദേശാഭിമാനിയുടെ ബുക്ക് സ്റ്റാളുകളിൽ പോയിട്ട് ഒരാള് 3, 4, 5 ഒക്കെ വെച്ച് അത് നാട്ടുകാർക്ക് വായിക്കാൻ കിട്ടാത്ത രീതിയിൽ അത് മേടിച്ചു കൊണ്ടുവന്ന് നശിപ്പിച്ചു കളഞ്ഞു. ഇതിന് ആസൂത്രണം ഇല്ലെങ്കിൽ എങ്ങനെയാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ബുക്ക് സ്റ്റാളുകളിൽ ഉണ്ടായിരുന്ന അത് 1, 2, 3 ലക്കമായിട്ട് ഇറങ്ങി. 3 ലക്കമാണ് അത് ഇറങ്ങിയത്. ഈ 3 ലക്കങ്ങളും സാധാരണക്കാരന് കിട്ടാത്ത രീതിയിൽ വാങ്ങി ഈ മതമൗലികവാദികൾ കൊണ്ട് നശിപ്പിച്ചു കളഞ്ഞു. ഇതിനകത്ത് ഏകീകരണം ഇല്ലെങ്കിൽ അതെങ്ങനെയാണ് സംഭവിച്ചത്? അവർ പറയുന്ന സത്യമാണ്. അവര് പറയുന്ന സത്യമായതുകൊണ്ടല്ലേ നിങ്ങൾ ഭയപ്പെട്ടത്? അപ്പൊ നിങ്ങൾ യാഥാർത്ഥ്യത്തെ കണ്ണടക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ EM കൊച്ചുമോൾക്ക് എന്താണ് സംഭവിച്ചതെന്നൊന്ന് തിരക്കണം സാറേ. സാറിന്റെ കുടുംബത്തിൽ ഉണ്ടാകുമ്പോഴേ സാറ് മാറി ചിന്തിക്കൂ. ഇതുപോലെ പല സഖാക്കളും പ്രമുഖരായ സഖാക്കൾ അല്ലാത്തതുകൊണ്ടാണ് വാർത്തകൾ പുറത്തു വരാത്തത്. പല സഖാക്കളുടെയും കാര്യങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട് സാറേ. മക്കൾ പോയപ്പോഴത്തേക്ക് നിങ്ങൾ പറഞ്ഞതായിരുന്നു ശരിയെന്ന് പറഞ്ഞ പല കുട്ടി സഖാക്കളെയും ഒക്കെ ഉൾപ്പെടെ ഞങ്ങൾ കാണുന്നുണ്ട്. അപ്പൊ വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് കുനിയാൻ സാറേ മുട്ടിലെഴയരുത്. അതാണ് താങ്കളോട് എനിക്ക് പറയാനുള്ളത്. ഡോക്ടർ ജയരാജ്, കെവിൻ പീറ്റർ ഈ വേദിയിലിരുന്ന് അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ദുഃഖം പങ്കുവച്ചത് താങ്കളെപ്പോലുള്ളവർ ഈ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാനാണ്, അത് പഠിക്കാനാണ്. ഇനിയെങ്കിലും വസ്തുതകളെ തമസ്കരിക്കരുത് ദയവ് ചെയ്ത്. ഡോക്ടർ ജയരാജ്. ഇത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടൊന്നുമല്ല ഞാൻ സംസാരിച്ചത്. ഞാനൊരു പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ആളുമല്ല. അതാദ്യമേ ഞാൻ വെളിവായിക്കൊള്ളട്ടെ. ഞാനൊരു ഇടത് നിരീക്ഷകനാണെന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. രണ്ടാമത്തെ കാര്യം, മുമ്പ് അങ്ങനെ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മുമ്പ് പ്രവർത്തിച്ചിട്ടുണ്ട്. SFI DFIയിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ഒരാൾ തന്നെയാണ്. അതിനുശേഷം ഞാൻ കുറേ വർഷം വിദേശത്തൊക്കെ ജോലി ചെയ്തു. അതിനുശേഷം നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്ത ഒരാളാണ്. പല രാജ്യങ്ങളിലും ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കെവിൻ പീറ്റർ പറഞ്ഞതുപോലെ കെവിൻ പീറ്ററിൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ ഞാനും എനിക്ക് വളരെ വിഷമമുണ്ടാക്കിയൊരു സംഭവമാണ് അങ്ങനെ പറഞ്ഞത്. അത് ഏതൊരച്ഛനും താങ്ങാനാവാത്തൊരു അനുഭവമാണ്. അങ്ങനെ നമ്മൾ ഈ പറഞ്ഞത് കണക്കുമല്ല, അങ്ങനെ എന്തെങ്കിലും ഒരു ട്രാപ്പിൽപ്പെട്ട ആ കുട്ടി എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് അദ്ദേഹത്തിൻ്റെ വിഷമത്തിൽ ഞാനും ദുഃഖിക്കുന്നു. അതിൽ ഞാനും എന്താണ് പറയുന്നത്, വളരെയധികം ഖേദിക്കുന്നു അത്തരം ഒരു സംഭവം നടന്നതിൽ. അത് ഇപ്പം പിന്നെ ആരിഫ് ഹുസൈൻ പറഞ്ഞ ചില വിഷയങ്ങളുണ്ട് ഇതിനകത്ത്. ഈ ജിഹാദിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് പല ആളുകൾ പല കോണ്ടെക്സ്റ്റിലാണ് ആ വേർഡിനെ ഡിഫൈൻ ചെയ്യുന്നത്.
നമുക്ക് ഇഷ്ടമുള്ള രീതി ഡിഫൈൻ ചെയ്യും. ഇപ്പൊ സാറ്റാനിക് വേഴ്സസ് വായിച്ചിട്ടുള്ള ഒരാളാണ്. ഓരോ കോണ്ടെക്സ്റ്റിലും ഇന്ത്യയിൽ അതാത് ഡെഫിനിഷൻ വരുന്നതിന് മുമ്പില് ബാൻ ഇറങ്ങുന്നതിന് മുമ്പില് സാറ്റാനിക് വേഴ്സ് നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കരുത്. അതുപോലെ ഓരോ ഹദീസിലും ഓരോ ഇതിനകത്തും ഓരോ ഇത് കൂടുമ്പോഴും അങ്ങനെ തന്നെയാണ് അതിൻ്റെ അർത്ഥം പറഞ്ഞത്. പക്ഷേ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് ഈ 2000 വർഷത്തിന് മുമ്പ് അല്ലെ 1600 വർഷത്തിന് മുമ്പ് ഈ സംഭവം ഉണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്ന കാര്യത്തിനെ കുറിച്ചാണ് ഞാൻ പരാമർശം നടത്തിയത്. വെസ്റ്റുകാർ പറയുന്നത് ഈ പറഞ്ഞ പോലെ ജിഹാദ് എന്നുള്ള വാക്കിനെ ഹോളി വാർ എന്നുള്ള അർത്ഥത്തിലാണ് അവർ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ആണ് തീർച്ചയായിട്ടും മുഹമ്മദ് നബി ഖുർആനിലുള്ള സാധനമാണ് ഞാൻ വായിച്ചത്. ഖുർആൻ ഇന്നാണ് ഉണ്ടാക്കിയത്. മുസ്ലിം പണ്ഡിതൻ ഖുർആൻ ഇന്നല്ല ഉണ്ടായത്. ഖുർആൻ എന്നാണ് ഉണ്ടായത്. ഖുർആനിലുള്ള സാധനമാണ് ഞാൻ വായിച്ചത്. 9:73 ഇരുന്ന് വായിക്കൂ. ഏതെങ്കിലും ഒരു ഹദീസ് ആയിരിക്കും. ഖുർആനിലെ ഹദീസ് അല്ല. ഖുർആനിലെ ഹദീസും ഖുർആനും തമ്മിലുള്ള വ്യത്യാസം പോലും അറിയില്ല. പിന്നെയാണ് അവിടെ പഠിപ്പിക്കുന്നത്. പൊന്ന് ജയരാജ്, ഖുർആൻ വേറെ ഹദീസ് വേറെ, രണ്ടും രണ്ടാണ്. അതെങ്കിലും മനസ്സിലാക്കൂ. ഖുർആനിൽ എവിടെയെങ്കിലും ഹദീസ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ആരെയാണ് ഈ പൊട്ടനാക്കണേ? അതൊക്കെ എനിക്കറിയാം. അത് നിങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് ഈ മണ്ടത്തരം പറഞ്ഞത്. കൂടുതലൊന്നും അങ്ങനെ അതിനെക്കുറിച്ച് വിശദീകരിക്കും. അത് അറിഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ഈ മണ്ടത്തരം പറഞ്ഞത്. ഖുർആനിൽ ഹദീസ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞത്. ഭാഷയിൽ നിന്നൊരു ഭാഷാന്തരീകരണം വരുമ്പോൾ തന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. കപട വിശ്വാസികൾക്കും സത്യവിശ്വാസികൾക്കും കപട സത്യനിഷേധികൾക്കെതിരെ ജിഹാദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർ ഉമ്മ വെക്കാന്നാണ് വായടച്ചു എന്ന് പറഞ്ഞ് 2 ട്രോളുകൾ ഉണ്ടാക്കി ഇടതുപക്ഷ എന്നൊക്കെ പറഞ്ഞിട്ട് 2 ട്രോൾ ഉണ്ടാക്കിയിട്ട് നാർസിസ്റ്റിക് ടെൻഡൻസിയിലാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. താങ്കൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇന്റർഫിയർ ചെയ്തില്ലല്ലോ. ഡോക്ടർ ആരിഫ് ഹുസൈൻ താങ്കൾ എക്സ് ആക്ടിവിസ്റ്റ് എന്നോ എക്സ് മുസ്ലിം ആക്ടിവിസ്റ്റ് അല്ല, താങ്കളൊരു മുസ്ലിം ആക്ടിവിസ്റ്റ് ആണ്. അതുകൊണ്ടാണ് താങ്കളുടെ ഇൻടോളറന്റ് ആയിട്ടുള്ള താങ്കളുടെ സമയത്തിന് ഞാൻ ഇടപെട്ടിട്ടുണ്ടോ? താങ്കളുടെ സമയത്തിൽ ഞാൻ ഇടപെട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. തിരുത്താൻ തയ്യാറായത് അല്ലാതെ ഇടപെട്ട് സംസാരിച്ചതില്ല. തെറ്റാണ് എന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. കൊണാണ്ടർമാര് മറ്റേന്നൊക്കെ പറഞ്ഞിട്ട് അൺപാർലമെന്ററി ആയിട്ടുള്ള വാക്കുകൾ ഇവിടുന്ന് ഉച്ചരിച്ചപ്പോ ഞാൻ എന്തെങ്കിലും ഇടപെട്ടോ? ഡോക്ടർ ജയരാജ്, ഈ വിഷയത്തിൽ എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? പ്ലീസ്, വിഷയത്തിൽ എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. ഞാൻ ഇടപെട്ടോ? ഡോക്ടർ ആരിഫ് പെട്ടെന്ന് പറയാം. ഇല്ലല്ലോ. സൂക്ഷിച്ചു ഉപയോഗിക്കണം. അതായത് ഇവിടെ ഇരുന്നിട്ട് ജിഹാദ് എന്ന് പറയുന്ന ആശയത്തെ ഇതേപോലെ തെറ്റിദ്ധരിപ്പിക്കുന്നു, അതിനെ ലഘൂകരിച്ച് കാണിപ്പിക്കുന്നു. ഇതാണ് ഇവിടെ നടക്കുന്നത്. ചർച്ച അവസാനിക്കാൻ നേരത്തെ ഇത്തരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കൽ ഒരിക്കലും അത് അനുവദിക്കാൻ പാടില്ല. എന്തായാലും വസ്തുതകളായിട്ട് തന്നെ കാണണം. വസ്തുതകൾ വിളിച്ച് പറയുന്നവരെ ക്രൂശിക്കുന്ന ആ ഒരു നിലപാടാണ് പൊതുവിൽ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിച്ചിരിക്കുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഈ ലവ് ജിഹാദ് ഉയർത്തുന്ന ഭീഷണി, വെല്ലുവിളി, അതിനുശേഷം കൃത്യമായിട്ടുള്ള നിലപാട് എടുക്കുക. ജനറൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും.